അപ്പോസ്തലനായ പൗലോസ് എന്ന സുവിശേഷ ത്യാഗി വര്യൻ സുഖഭോഗമാനാഭിമാനാദികളെല്ലാം സുവിശേഷത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് രക്ഷയുടെ സുവിശേഷ സന്ദേശം ഏഷ്യ മൈനറിന്റെ എല്ലാ കോണുകളിലും തലങ്കം വിലങ്കം യാത്ര ചെയ്ത്, കപ്പലിൽ യാത്ര ചെയ്യാവുന്ന ഇടങ്ങളിലെല്ലാം യാത്ര ചെയ്ത്, അവിടെ ചെന്നിറങ്ങി മലകൾ, കുന്നുകൾ, താഴ്വരകൾ ഒക്കെ ഓടി നടന്ന് സുവിശേഷം അറിയിച്ച ഒരു അനുഗ്രഹീത സാമർഥ്യമുള്ള കർത്തൃദാസൻ. പദയാത്ര ചെയ്യാനുള്ളിടത്തെല്ലാം അങ്ങനെ, കുതിരപ്പുറത്ത് പോകാൻ കഴിയുന്നിടത്തെല്ലാം അങ്ങനെ അങ്ങനെ എല്ലായിടങ്ങളിലും സുവിശേഷത്തെ എത്തിക്കേണ്ടതിന് വേണ്ടി അക്ഷീണം യത്നിച്ചു. ഇതിനിടയിൽ വിവാഹമോ കുടുംബമോ തലമുറയോ മറന്നുപോയി കാണാം. അതിനൊന്നും സമയമുണ്ടായിട്ടില്ല. സുവിശേഷം എന്ന് പറയുന്ന വസ്തുത തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ വല്ലവിധേനയും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കേണ്ടതിനും ഈ ധന്യമായ സുവിശേഷത്തെ വിശോത്തരമാക്കേണ്ടതിനും വേണ്ടിയുള്ള അക്ഷീണ യത്നത്തിനിടയിൽ ബാക്കി കാര്യങ്ങളെല്ലാം മറന്നുപോയൊരു മനുഷ്യൻ. പക്ഷേ അധികം വൈകാതൊരു വിചാരമുണ്ടായി. ഞാൻ ഈ എഴുതിയതും ഞാൻ ഈ പ്രസംഗിച്ചതുമായിരിക്കുന്ന വചനങ്ങൾ എൻ്റെ കാലശേഷം ഇതേ തനിമയോടെ അതാത് വേദികളിൽ കരുത്തോടെ പ്രസംഗിക്കുവാൻ കുറെ പേര് വേണമല്ലോ എന്ന വിചാരമുണ്ടായപ്പോ അതിനുവേണ്ടി സമർപ്പണമുള്ള കുറെ ചെറുപ്പക്കാരെ വാർത്തെടുത്തു. തട്ടിത്തലൂടി തഴുകി ഈ സുവിശേഷം അവരിലേക്ക് സന്നിവേശിപ്പിച്ചു. ലോകത്തിന്റെ അഴുക്കുചാലുകളിൽ കുടുങ്ങി തോറ്റുപോകാമായിരുന്ന വാട്സപ്പും യൂട്യൂബും ഇന്റർനെറ്റും ഫേസ്ബുക്കും ട്വിറ്റർ അടക്കമുള്ള ഇന്നത്തെ ആധുനിക സോഷ്യൽ മീഡിയാസിൽ കുരുങ്ങി അതിന്റെ ചെളി പറ്റി അതിന്റെ കുരുക്കിലായി പോയ തലമുറയെപ്പോലെ അന്നും ഉണ്ടായിരുന്നിരിക്കാം. ഞാൻ ഈ പറഞ്ഞ സൂത്രങ്ങളൊന്നും വന്നില്ല. പക്ഷേ അതിലും ഗതികെട്ടതായിരിക്കുന്ന ജീവിതമൂല്യങ്ങൾ നഷ്ടപ്പെട്ട അഴുക്കുചാലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പറ്റം യുവചേതന അന്നും ഉണ്ടായിരുന്നിരിക്കുക. അപ്പൊ അവരാരും അങ്ങനെ നഷ്ടീഭവിച്ചു പോകാതെ താൻ പ്രസംഗിക്കുന്ന ആ വചനം അവരെ കൊണ്ട് ലോകത്തെ അറിയിക്കണമെന്ന താല്പര്യത്തോടുകൂടെ താൻ വളർത്തിയെടുത്തവര് തിമോത്തിയോസും തീത്തോസും തിഹിക്കോസും എപ്പഫ്രാസും ഫ്രാദിത്തോസും അക്വിലാസും പ്രിസ്കില്ലയും ത്രുഫൈനയും ത്രുഫോസയും ഫേബയും അങ്ങനെ ഒത്തിരി 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 ആളുകൾ. പേര് പറഞ്ഞാൽ നീളം ഒത്തിരി കൂടും. ഞാൻ ചിലരെ മാത്രം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അവരെയൊക്കെ കരുത്തന്മാരാക്കി കരുത്തകളാക്കി ഈ പ്രഭാഷണ വേദിയിൽ രചനാമുറിയിൽ പൗലോസ് അണിനിരത്തി. അതുകൊണ്ട് തന്റെ കാലശേഷം തന്റെ ഈ വചനം ആർജവത്വത്തോടെ പറയാൻ ഒരുപറ്റം ആളുകൾ ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാർക്കും ആത്മീയ സഭാ നേതൃത്വ നിരയിൽ നിൽക്കുന്നവർക്കൊക്കെ അതൊരു ചലഞ്ചാകണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു. എൻ്റെ കാലം കഴിഞ്ഞ പിന്നെ ആരും വേണ്ട, ഒറ്റ കസേര ഉണ്ടാകാവോ, അത് ഞാനേ ഇരിക്കാവൂ. എൻ്റെ കാലം കഴിയുമ്പോൾ അതിൻ്റെ കാലം ഒടിഞ്ഞു പോകണമെന്ന ചിന്തയുള്ള ഒത്തിരി പേരുണ്ട്. ആരും വളർത്തത്തില്ല, ഒരു കണക്കിനും ആരും തലപൊങ്ങാൻ അനുവദിക്കത്തില്ല. പക്ഷെ പൗലോസ് അങ്ങനെയായിരുന്നില്ല. താൻ ഇരിക്കുമ്പോൾ തന്നെ പോലെ ആർജവത്വത്തോടെ സുവിശേഷത്തിന്റെ പ്രഘോഷകരായി ചിലർ വേണം എന്ന വിചാരത്തോടെയാ ഞാൻ ഈ പറഞ്ഞവരെയൊക്കെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെയുള്ള പ്രമുഖരായ രണ്ടുപേർക്ക് എഴുതിയ 3 ലേഖനങ്ങളെയാണ് വൈദിക ലേഖനങ്ങൾ എന്നറിയപ്പെടുക. അനവധി വേദവിദ്യാർത്ഥികൾ, അനവധി കർത്തൃദാസന്മാർ, സുവിശേഷത്തിന്റെ ആഴം തേടുവാൻ വളരെ താല്പര്യമുള്ള നിരവധി ആളുകളൊക്കെ ഇവിടെ ശ്രദ്ധിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്താം. ഈ 3 ലേഖനങ്ങളെ വൈദിക ലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ 3 പ്രധാന കാര്യങ്ങളാണ് അടക്കം ചെയ്തിട്ടുള്ളത്. ഒന്ന്, വാട്ട് ഈസ് ചർച്ച്, എന്താണ് സഭ. ഹൗ ടു വർക്ക് ഇൻ ദ ചർച്ച്, സഭയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്. 3, ഹൗ ടു ബി എ പാസ്റ്റർ, എങ്ങനെയുണ്ട് ശുശ്രൂഷകനാകുക. ഈ 3 അതിപ്രധാന കാര്യങ്ങളെ ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ടാണ് ഈ വൈദിക ലേഖനങ്ങൾ 3 നിൽക്കുന്നത്. ഈ 3 ലേഖനങ്ങളെ മൊത്തത്തിൽ കച്ചിക്കുറുക്കിയെടുത്താൽ കടഞ്ഞെടുത്താൽ കിട്ടുന്നൊരു സാരസത്ത് 3 എണ്ണമാണ്. അതോട് പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് ഇറങ്ങാം. അത് നിങ്ങൾക്ക് അറിവിന്റെ നുറുങ്ങുകളായി ഉള്ളിൽ സൂക്ഷിക്കാൻ കഴിയും. വേദപുസ്തകത്തെ പ്രണയിക്കുന്ന മുഴുവൻ ആളുകളും തിരിച്ചറിയണം ഈ 3 ചിന്തകൾ. ഒന്നാമത്തെ ചിന്ത 3 ഡയലോഗാക്കി ഞാൻ പറയുക. ഒന്ന്, പ്രൊട്ടക്ട് ദ ഗോസ്പൽ എന്നതാണ്. സുവിശേഷത്തെ സംരക്ഷിക്കുക, അതാണ് അതിന്റെ മലയാളം. സുവിശേഷത്തെ സംരക്ഷിക്കണം. ജീവിതം കൊണ്ട്, സാമ്പത്തികം കൊണ്ട്, ദാമ്പത്യം കൊണ്ട്, ജീവിത സാക്ഷ്യം കൊണ്ട്, ജീവിത മൂല്യങ്ങൾ കൊണ്ട് സുവിശേഷം നമ്മളെ കൊണ്ട് സംരക്ഷിതമാകണം. നാം നിമിത്തം സുവിശേഷത്തിന് അപമാനമോ ആക്ഷേപമോ ഉണ്ടാകരുത്. സുവിശേഷം നാം നിമിത്തം അന്യാധീനപ്പെടരുത്. അതാണ് പ്രൊട്ടക്ട് ദ ഗോസ്പൽ. ഈ ചിന്തയാണ് 1 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ മൊത്തമായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഡയലോഗ് പ്രൊക്ലൈം ദ ഗോസ്പൽ, അതായത് സുവിശേഷത്തെ പ്രഘോഷിക്കുക എന്നതാണ്. സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടതാണ്. ദ വേർഡ് മിനിസ്ട്രി അതാണ് ഇവിടെ ചെയ്യുന്നത്. നിരവധി കലാവിരുന്നുകൾ അരങ്ങേറുന്ന ഈ വേദിയിൽ നിന്നുകൊണ്ടും സുവിശേഷം പ്രസംഗിക്കുവാൻ അധികാരികളോട് ഇടം തേടി അനുവാദം തേടി നീണ്ട നാളുകൾ നടന്നിട്ടുണ്ട് ഞങ്ങളുടെ ആന്റണി പാസ്റ്റർ കൂട്ടുകാരും. ഒടുവിൽ അധികാരികൾ സദയം അതിനവസരം അനുകൂലമാക്കി തന്നതുകൊണ്ട് 2 തിമോത്തിയോസിന്റെ ലേഖനത്തിന്റെ പ്രമേയമായ പ്രൊക്ലെയിം ദ ഗോസ്പൽ അഥവാ സുവിശേഷത്തിന്റെ പ്രഘോഷണം
ചെയ്യുവാൻ ഇവിടെ ഞങ്ങൾക്ക് വേദി ഉണ്ടായത്. അതിന് അധികാരികളോട് ഞാൻ ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ എൻ്റെ ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ്, എല്ലാ അധികാരികളോടും. ഒടുവിൽ ആന്റണി പാസ്റ്റർ ഔദ്യോഗികമായി നന്ദി അറിയിക്കും. എങ്കിലും ഈ വേദിയിൽ ഒരു പ്രഭാഷകനായി നിന്നതുകൊണ്ട് ഇതിന് അനുവാദം കൊടുത്ത സകല അധികാരിവർഗത്തോടും ഞാൻ എൻ്റെ വിശേഷമായ ക്രിസ്തു സ്നേഹത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പം രണ്ടാമത്തെ ഡയലോഗ്, പ്രൊക്ലെയിം ദ ഗോസ്പൽ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. 2018 എരിഞ്ഞടങ്ങുവാൻ ചില ദിവസങ്ങളുടെ ബാക്കിയുണ്ട്. ഈ സുവിശേഷം പ്രഘോഷിക്കുന്നതിനത് കഴിഞ്ഞ ഒരു വർഷം എങ്ങനെ താങ്കൾക്ക് കഴിഞ്ഞു എന്നതിനെ കുറിച്ചൊരു പുനർവിചാരണ അനിവാര്യമാണ്. എത്ര ട്രാക്ട് കൊടുത്തു ആൻറ്റി? എത്ര ബൈബിൾ ആർക്കെങ്കിലും ഒക്കെ പ്രദാനം ചെയ്യാൻ കഴിഞ്ഞോ? ഏതെങ്കിലും ചില വീടുകളിലെങ്കിലും സുവിശേഷം അറിയിക്കാൻ പോയതായിട്ട് ഓർമ്മ വരുന്നുണ്ടോ? ദുഃഖവും നിരാശയും വേദനയും ആകപ്പാടെ ജീവിതത്തെ തകർത്ത് തളർത്തി നിരാശപ്പെടുത്തി കളഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തിയെ സുവിശേഷത്തിലേക്ക് നേടാൻ താങ്കൾക്ക് പറ്റിയിട്ടുണ്ടോ? സുവിശേഷ വിരോധ പ്രവർത്തനങ്ങളും സുവിശേഷ വിരോധത്തിന്റെ ധ്വംസനങ്ങളും സുവിശേഷ വിരോധികൾ കാട്ടിക്കൂട്ടുന്ന ഒട്ടനവധി നരാധമത്വ പ്രവൃത്തികളും ആർഷഭാരതത്തിലുടനീളമുണ്ട്. എങ്കിലും ആത്മഭാരമുള്ളവൻ അടങ്ങിയിരിക്കുന്നില്ല. തല്ലുകൊണ്ടാലും അവൻ സുവിശേഷം അറിയിക്കാൻ ഒരുമ്പെടുന്നു. അങ്ങനെ വല്ലതും ഇറങ്ങി പുറപ്പെടാൻ പറ്റിയിട്ടുണ്ടോന്ന എന്റെ ചോദ്യമേ. ക്രിസ്ത്യാനിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. പുറത്തുള്ള ആരോടെങ്കിലും ഒക്കെ രക്ഷയുടെ സുവിശേഷത്തെ അറിയിക്കാൻ പറ്റിയോ? അത് 2 തിമോത്തിയോസ് പറയുന്ന പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ, അഥവാ സുവിശേഷത്തിന്റെ പ്രഘോഷണം. ഇനി മൂന്നാമത്തെ ഡയലോഗ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ദ ഗോസ്പൽ, അഥവാ സുവിശേഷത്തെ പ്രായോഗികമാക്കുക എന്നത്. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ക്രിസ്തുയേശുവിന്റെ രക്തച്ചുവയുള്ള സുവിശേഷത്തെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ എല്ലാവർക്കും കഴിയണം. സുവിശേഷ സംബന്ധമായി ഭക്ഷണവും പാനീയവും സുവിശേഷ സംബന്ധമായി മാത്രമേ ജീവിതത്തിന്റെ സമസ്ത ചലനങ്ങളും ഉണ്ടാകാവൂ. സുവിശേഷത്തിന് വിരുദ്ധമായി താങ്കൾ കഴിക്കരുത്, കുടിക്കരുത്, ഉടുക്കരുത്, തുടരുത്, പിടിക്കരുത്, എടുക്കരുത്, കാണരുത്, കേൾക്കരുത്. അതാണ് പ്രാക്ടീസ് ദ ഗോസ്പൽ. ക്രിസ്തുയേശുവിന്റെ ധന്യമായ സുവിശേഷത്തിലേക്ക് ഒരുവൻ വരുമ്പോൾ ഒരു അനുഗ്രഹീതമായിരിക്കുന്ന സംസ്കാര തനിമ അവനിലേക്ക് വ്യാപരിക്കുകയാണ്. കുടിച്ചു കൂത്താടി മതിച്ചു മുളച്ച് തിന്ന് മൃഗത്തെ പോലെ മൃഗസമാനമായി ജീവിച്ചിരുന്ന ആളുകൾ സുവിശേഷ സംബന്ധമായി ജീവിതത്തിന്റെ ഒരു പുതിയ തലത്തിലേക്ക് വരുമ്പോൾ എന്ത് വേണ്ട, എന്ത് വേണം, എന്ത് കാണണം, എന്ത് കാണരുത്, എന്താകണം, എന്താകരുത്, ആരോടുകൂടെ ആകാം, ആരോടുകൂടെ ആകരുത്, ഈ വിചാരം, ഈ വിചാരബോധത്തിലേക്ക് വന്ന് ജീവോന്മുഖമാക്കി മാറ്റുന്നു. രക്ഷയ്ക്ക് പാത്രീഭൂതമായി കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലൂടെ തന്നെ ക്രിസ്തു വെളിപ്പെട്ടു വരുന്നു. സ്തോത്രവും ഹല്ലേലൂയയും അന്യഭാഷയും പാട്ടിന്റെ താളവും മേളവും കൊണ്ട് ആത്മീയതയുടെ ഒരു പരിവേഷം ഉണ്ടാക്കുമ്പം മാത്രമല്ല, ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ താങ്കളിലൂടെ സുവിശേഷം മറ്റുള്ളവർ അറിയാൻ കാരണമായി മാറുന്നു. എത്ര പേര് സമ്മതിക്കും അക്കാര്യം? അപ്പൊ ഈ 3 കാര്യങ്ങൾ ഉല്ലേഖനം ചെയ്തിട്ടുള്ള ഇതുദ്ദീപിതമായി വരുന്ന 3 പുസ്തകങ്ങളാണ് ഈ 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ് എന്ന് നാം അറിയണം. അതിൽ 1 തിമോത്തിയോസിന്റെ ലേഖനം 1:11 വാക്യമാണ്, ഈ രാത്രി നിങ്ങൾക്ക് തരേണ്ടതിന് ദൈവാത്മാവ് എന്നെ ഭരമേൽപ്പിച്ചത്. അതാണ് പ്രാരംഭമായി ഞാൻ പ്രസ്താവിച്ച് കേൾപ്പിച്ച വാക്യം. നാം ഒരുമിച്ച് ലജ്ജ കൂടാതെ ഇവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞ വാക്യം, ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷം. ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരിക, ശ്രദ്ധിക്കുക. അല്പനേരം മാത്രമേ അതിന്റെ വിശകലനം തരുവാൻ എന്റെ മുൻപിൽ ഇനി ബാക്കി നേരമുള്ളൂ. അത്രയും നേരം കൊണ്ട് സുവിശേഷം എന്തുകൊണ്ടാണ് ധന്യമാകുന്നത്, മഹത്വമാകുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. പൊതുവേദിയായതുകൊണ്ട് സുവിശേഷം അറിഞ്ഞിട്ടുള്ളവരും അറിയാൻ ആഗ്രഹമുള്ളവരും സുവിശേഷത്തോട് പുറംതിരിഞ്ഞു നടക്കാൻ മനോഭാവമുള്ളവരുമായ വ്യത്യസ്ത സമൂഹമാണ് എൻ്റെ മുൻപിലുള്ളതെന്ന് എനിക്കറിയാം. എന്തുവാ ഇവർ പറയുന്ന ഒന്ന് കേട്ടേക്കാം, കേട്ടിട്ടും വലിയ ഗുണമൊന്നുമില്ല, അല്ല കേട്ടെങ്കിലേ പറ്റുള്ളൂ, ഇങ്ങനെ സമ്മിശ്ര ബോധത്തോടെയുള്ളവരാ എൻ്റെ മുൻപിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് തരുവാൻ, എല്ലാവർക്കും കൂടി ഒരേപോലെ ഉപകാരമാകുവാൻ ഒരു വിഷയം ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചപ്പോ എൻ്റെ അകതാരിലേക്ക് കോറിയിട്ട് തന്നൊരു കാര്യമാണ് സുവിശേഷം എന്തുകൊണ്ട് മഹത്വമാണ് എന്നത്. എത്ര പേര് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അത്? പ്രൈസ് ദി ലോർഡ്. സുഹൃത്തെ, സുവിശേഷം മഹത്വമുള്ളതാണ്. എന്തുകൊണ്ടാണെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. ഇവിടെ രാഷ്ട്രീയ മീമാംസകൾ, പ്രത്യയ ശാസ്ത്രങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വേദചിന്തകൾ, ദാർശനിക പ്രബോധനങ്ങൾ അനവധി നിരവധിയുണ്ട്. മലയാളിയല്ലേ, പ്രബുദ്ധ മലയാളി വായനാശീലമുള്ളവനാ. ഈ സോഷ്യൽ മീഡിയാസിന്റെ തരംഗം വന്നപ്പോഴാണ് വായനയ്ക്കൊക്കെ ചിലക്കെങ്കിലും കുറവ് വന്നത്. ആധുനിക ലോകത്തിലെ യുവചേതന വായിക്കുന്നവരല്ല, വിരൽത്തുമ്പിലെല്ലാം കണ്ടുകെട്ടു പോകാൻ, തൊട്ടുപിടിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവരാ. വായന മരിക്കുന്നുവോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും വായനയിൽ താല്പര്യമുള്ള ആളുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രബുദ്ധരായിരിക്കുന്ന ജനാവലിയുടെ മുൻപാകെ സുവിശേഷം
എന്തുകൊണ്ടാണ് മഹത്വമുള്ളതാകുന്നത് എന്ന ചില കുറിപ്പുകളെ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ എൻ്റെ പ്രഭാഷണ കുറിപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആധുനിക യുഗത്തിൽ സുവിശേഷത്തിന്റെ പ്രസക്തി എന്താണ് എന്നതാണ്. അത് കേട്ട് കഴിയുമ്പോൾ സുവിശേഷത്തിന് മഹത്വമുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യമാകും. തിരുവനന്തപുരം പട്ടണക്കാർ പ്രസംഗത്തിന് പഞ്ഞമുള്ളവരൊന്നുമല്ല. വ്യത്യസ്ത ഭാവങ്ങളിലും വ്യത്യസ്ത രൂപങ്ങളിലും ആക്രോശങ്ങളുടെയും ആക്രന്ദനങ്ങളുടെയും നർമ്മരസപ്രധാനമായവയുടെയും ചിന്തോദ്ദീപകങ്ങളായ ആശയ സംഹിതകളുടെയും ഒക്കെ വ്യത്യസ്ത പ്രസംഗങ്ങൾ ഇവിടെ അനുദിനം കേൾക്കുന്നവരാ നിങ്ങൾ. ഇതിനിടയിൽ ശാന്തമായി നിന്നുകൊണ്ട് ഞാൻ സുവിശേഷത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സുവിശേഷം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരുടെ, വിശേഷിച്ച് പെന്തക്കോസ്തുകാരുടെ മാത്രം കുത്തകയല്ല. സുവിശേഷം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. സുവിശേഷം ധന്യനായ ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ആ സുവിശേഷം എല്ലാവർക്കും ഉള്ളതാണ്. എന്താണ് ഈ സുവിശേഷത്തിന്റെ ആധുനിക കാല പ്രസക്തി? വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ദ ഗോസ്പൽ ഇൻ ദ മോഡേൺ സെഞ്ചുറി എന്ന് നാം അറിയേണ്ടതുണ്ട്. എന്താണ് സുവിശേഷത്തിന്റെ ആധുനിക കാല പ്രസക്തി? കേൾക്കണം. നാം ചവിട്ടി നിൽക്കുന്ന ഈ ആധുനിക കാലം 2018 കഴിഞ്ഞ് 19 കേക്ക് മുറിച്ച് കയറാൻ തുടങ്ങുകയാണ് നമ്മൾ. ഒട്ടനവധി പ്രതിസന്ധികൾ, ഒരാണ്ടിൽ ഒരു വർത്തമാനം, പിറ്റേയാണ്ടിൽ മറ്റൊരു വർത്തമാനം, രക്തം കട്ട പിടിച്ചു പോകത്തക്ക നിലയിൽ, ലജ്ജിച്ച് തലതാഴ്ത്തത്തക്ക നിലയിൽ നമ്മൾ വായിച്ചു തള്ളിയ മംഗളം, മനോരമ, മാധ്യമം, മാതൃഭൂമി, ജനയുഗം, തനിനിറം, രാഷ്ട്രദീപിക, ദീപിക അടക്കമുള്ള പത്രങ്ങൾ, ദിനദന്തി, ദിനമലർ, പിന്നെ പോരാഞ്ഞിട്ട് ദ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള ഒട്ടനവധി പത്രങ്ങൾ വായിച്ചു തള്ളി കഴിഞ്ഞ ഒരു വർഷം അല്ലേ. 5:30 മണിയാവുമ്പോഴേക്കും മുറ്റത്തേക്ക് പറന്നു വന്ന് വീഴുന്ന പത്രത്താളുകൾ ആർത്തിയോട് എടുത്തു നോക്കുമ്പോൾ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ വൃത്തികെട്ട വാർത്തകൾ, ലജ്ജാകരങ്ങളായ വാർത്തകൾ, നരാധമത്വ പ്രവർത്തിയുടെ വാർത്തകൾ, ചോര ചീറ്റിത്തെറിക്കുന്ന വാർത്തകൾ, മനുഷ്യന്റെ പച്ചച്ചോരയുടെ ഗന്ധം മൂക്കിലേക്കടിക്കുന്ന വല്ലാത്ത വാർത്തകൾ കേട്ടും കണ്ടും നമ്മൾ മരവിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയാം. ഈ കാലത്തിന്റെ പ്രത്യേകതയിൽ സുവിശേഷത്തിന്റെ പ്രസക്തി എന്താണെന്ന് നമ്മൾ അറിയണം. വാർത്തകൾ മിക്കവാറും പ്രചരിക്കപ്പെടുന്നത് ഈ കേന്ദ്രതലത്തിൽ നിന്നാകണമല്ലോ. അപ്പോൾ കോട്ടയത്ത് താമസിക്കുന്ന എന്നെക്കാൾ അധികം വാർത്തയുടെ ചൂടും ചൂരും ചുമയും നിങ്ങൾ അറിയുന്നവരാ. ശക്തമായ സമരങ്ങൾക്ക് വേദിയൊരുക്കപ്പെടുന്ന പട്ടണമാണല്ലോ തിരുവനന്തപുരം പട്ടണം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് മനോരമയിലോ മാതൃഭൂമിയിലോ മംഗളത്തിലൂടെയോ അല്ല ഞാൻ പറയാൻ പോകുന്നത്. ഏതെങ്കിലും ദൃശ്യ ചാനലുകളുടെ സഹായത്തോടെയല്ല. എൻ്റെ ഏറ്റവും വലിയ അഭിമാനമായി ഞാൻ നെഞ്ചേറ്റി എൻ്റെ പിതാവ് 70 വർഷം ചുമന്ന ശേഷം എനിക്ക് സമ്മാനമായി നൽകിയ ഈ വിശുദ്ധ ബൈബിൾ പാരായണം ചെയ്തതിലൂടെ ഈ ആധുനിക ലോകം എങ്ങനെയാണ്, എന്താണ്, എവിടെ എത്തി എന്നതിനെ കുറിച്ച് 1-2-3 വാക്യങ്ങൾ ഞാൻ തരുമ്പോൾ കാര്യം നിങ്ങൾക്ക് ബോധ്യമാകും. താങ്കൾ ഏത് പാർട്ടിക്കാരനുമാകട്ടെ, താങ്കൾ ഏത് ജാതിയിൽപ്പെട്ടയാളുമാകട്ടെ, താങ്കളുടെ വർഗമോ, താങ്കളുടെ കുലമോ, താങ്കളുടെ കുടുംബമോ, താങ്കളുടെ ജാതിയുടെ മേന്മയോ, അതിൻ്റെ മെച്ചമായ അനുഭവമോ തുച്ഛമായ അനുഭവമോ, താങ്കളുടെ ശമ്പളത്തിന്റെ വലിപ്പമോ, താങ്കൾ ജോലി ചെയ്യുന്ന തസ്തികയുടെ ഉന്നതത്വമോ, അതൊന്നും ഇവിടെ വിഷയമല്ല. വേദപുസ്തകത്തിലെ 3 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ആ 3 വാക്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടു നിൽക്കുന്ന ഈ വർത്തമാനകാലം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാകും. 1-ാമത്തെ വാക്യം കേട്ടുകൊള്ളണം. വായിപ്പിക്കാൻ നേരമില്ല, വായിപ്പിക്കുന്നുമില്ല. ഇതൊരു പൊതുവേദി ആയതുകൊണ്ട് വാക്യങ്ങളെ ഞാൻ തന്നെ പറഞ്ഞു വിടുന്നു, വിശകലനങ്ങൾ ഞാൻ തരികയാണ്. ദൈവദാസന്മാരും വേദവിദ്യാർത്ഥികളും ആ വാക്യത്തിന്റെ ചിന്തകൾ കുറിച്ചുകൊള്ളണം. 1-ാമത്തെ വാക്യം ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത് വാക്യമാണ്. ഗലാത്യർ 1:3 ഇങ്ങനെയാണ് വായിക്കുക: ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്. കണ്ടോ, ഈ ലോകം ഏതാന്നാ പറഞ്ഞേ? ദുഷ്ടലോകം. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? ഏത് രാഷ്ട്രീയ പാർട്ടി ഭാരതം ഭരിക്കുന്നുവോ, കേരളം ഭരിക്കുന്നുവോ, ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ വിലയേറിയതായ സമ്മതിദാനാവകാശം ചില വർഷങ്ങൾക്ക് മുൻപ് ഏത് ചിഹ്നത്തിലാണോ ആഞ്ഞിടിച്ചുറപ്പിച്ച് നമ്മുടെ സ്ഥാനാർത്ഥി വിജയത്തിലകമണിയിച്ചത്, അതൊന്നും വിഷയമല്ല. ഭരിക്കുന്നത് ആരുമായിക്കൊള്ളട്ടെ, ഈ രാജ്യം, ഈ ലോകം ആഗോള വ്യാപകമായി ഇപ്പോൾ ദുഷ്ടലോകമാണ് എന്ന് വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപനം ചെയ്യുന്നു. തൊഴിലാളികളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് മുഴുവനും പരിഹാരം വരുത്തേണ്ടതിന്, എല്ലാവിധമായിരിക്കുന്ന പ്രതിസന്ധികൾക്കും അറുതി വരുത്തേണ്ടതിന് അക്ഷീണം യത്നിക്കുന്ന നമ്മുടെ ഭരണാധിപന്മാർ, മാത്രമല്ല ഭരണപക്ഷത്തിരിക്കുന്നവരെ കൊണ്ട് വല്ലതും ചെയ്യിക്കണമെന്ന് കണ്ട് വെറുതെ സമരമുണ്ടാക്കുന്ന പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഭരണപക്ഷമോ അല്ലെങ്കിൽ മറ്റ് സാധാരണക്കാരോ ഘടകകക്ഷികളോ ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. കാര്യങ്ങൾ മെച്ചമാണ്, ഇവിടെ തുച്ഛമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കാരെയും ആക്ഷേപിക്കാൻ അവകാശമില്ല. പക്ഷെ വേദപുസ്തകത്തെ നെഞ്ചോടടുപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നു,
വേദപുസ്തകം വെളിപ്പെടുത്തി തരുന്ന ആത്മിക വീക്ഷണത്തിൽ പറയുന്നു, നാം ചവിട്ടി നിൽക്കുന്ന ഈ ലോകം ദുഷ്ടലോകമാണ്. അത് സമ്മതിച്ചേ പറ്റുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് ദുഷ്ടലോകമാകുന്നത്? 1, 2, 3 അതിന്റെ തെളിവുകൾ ഞാൻ തരാം. ഇവിടെ വ്യാപരിക്കപ്പെടുന്ന ചില അധമ വികാരങ്ങളുണ്ട്. ഇവിടെ വ്യാപരിക്കപ്പെടുന്നതായിരിക്കുന്ന ചില വല്ലാത്ത വ്യാപാര ശക്തികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ദുഷ്ടലോകമാകുന്നത്. എന്താണ് ഇവിടെ വ്യാപരിക്കപ്പെടുന്നത്? ഇവിടെ നല്ലൊരു ഭരണ സംവിധാനമുള്ളപ്പോ, ഇവിടെ വിദ്യാസമ്പന്നരായ ആളുകളുള്ളപ്പോ, ഇവിടെ മതേതരത്വമുള്ളപ്പോ, ഇവിടെ എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന അഖണ്ഡതയും നിലവിലുള്ളപ്പോ തന്നെ ഈ ലോകം ദുഷ്ടതയായി മാറുവാനുള്ള കാരണം എന്താ? അതിന് 1, 2, 3 പദങ്ങൾ ഞാൻ പറയാം. 1 അധാർമികതയാണ്, 2 അസാൻമാർഗികതയാണ്, 3 അനാത്മികതയാണ്. ഞാനതിനെ തിരിച്ചു പറയട്ടെ. ഒന്നാമത്തേത് അനാത്മികത. എന്താണ് അനാത്മികത? ദൈവരാഹിത്യമാണ്. ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചതിനെ അണുകട വ്യതിചലിക്കാതെ നിയന്ത്രിച്ച് നിയോഗിച്ച് പരിപാലിച്ച് പരിരക്ഷിക്കുന്ന സാക്ഷാൽ സത്യദൈവത്തെ അവഗണിച്ചുകൊണ്ടുള്ള മനുഷ്യന്റെ പടപ്പുറപ്പാടാണ് ഈ ലോകത്തെ ദുഷ്ടലോകമാക്കി മാറ്റുന്നത്. എത്ര പേർക്ക് സമ്മതിക്കാൻ കഴിയുന്നുണ്ട് ആശയത്തെ? എല്ലാമുണ്ട്, കീശയിൽ കാശുണ്ട്, എല്ലാ വിധമായിരിക്കുന്ന പ്രാവീണ്യങ്ങളുണ്ട്, എല്ലാ വിധത്തിലുള്ള കഴിവുകളുണ്ട്. ശാസ്ത്രത്തിന്റെ നിരീക്ഷണ പരീക്ഷണ ഗവേഷണശാലയിലെ അന്വേഷണങ്ങൾ ഗംഭീരമാണ്. നമ്മുടെ മംഗൾയാൻ അങ്ങ് ചുറ്റാൻ തുടങ്ങിയിട്ട് നാളുകൾ ഒത്തിരിയായി. ചൊവ്വ അടക്കമുള്ള മറ്റു തര ഗ്രഹങ്ങളുടെ പടങ്ങൾ എടുത്ത് നമുക്ക് അയച്ചു തന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ കുറേയൊക്കെ വിട്ട റോക്കറ്റുകൾ താഴോട്ട് പോന്നു, അത് വേറൊരു കാര്യം. പക്ഷെ പിന്നെ വിട്ടതൊക്കെ മേലോട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മളും അക്കാര്യത്തിൽ റഷ്യയോടും പിന്നെ അങ്ങ് നാസയോടൊക്കെ തോളുരുമി ഇരുന്നു കൊണ്ട് ചായ കുടിക്കാനും വട കഴിക്കാനൊക്കെ നമ്മൾ പ്രാപ്തരായി. നമ്മുടെ നിരീക്ഷണമൊന്നും അസ്ഥാനത്തായില്ല. കുറേയൊക്കെ പോയി എന്നുള്ളത് പോട്ടെ, പക്ഷെ നമ്മളും അക്കാര്യത്തിൽ പുരോഗതിയായി. അപ്പൊ എല്ലാ മേഖലകളിലും നമ്മൾ നമ്മുടേതായ കഴിവ് തെളിയിച്ചു. പക്ഷെ നമുക്ക് പറ്റിയ കുഴപ്പം എന്താണെന്നറിയാമോ? നമുക്ക് ഒരു ദൈവത്തെ അറിയില്ല. ഏത് ദൈവം? ഏകസത്യ ദൈവം. നമുക്ക് ഒത്തിരി ദൈവങ്ങളെ അറിയാം, 33 കോടി ദൈവങ്ങളെ നമുക്കറിയാം. വിവിധ രൂപഭാവ വർണ്ണ വലിപ്പത്തിലുള്ള വിവിധ ശക്തികൾ ആവാഹിക്കപ്പെട്ടിട്ടുള്ള സങ്കല്പ ശക്തികളും ആവാഹന ശക്തികളും ഉണ്ടാക്കി വെച്ചതും സ്വയം ഉണ്ടായി വന്നതുമായ 1 കോടിയല്ല, അതിലധികം ദൈവങ്ങളെ നമുക്കറിയാം. പക്ഷെ അറിയാതെ പോയൊരു ദൈവമുണ്ട്, ഏകസത്യ ദൈവമാണ്. ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വാക്ക് കൽപ്പിച്ചപ്പോൾ ഈ കാണുന്നതിനെയെല്ലാം ഉണ്ടാക്കിയ സാക്ഷാൽ സത്യദൈവം, സർവശക്തനായ ദൈവം, സർവജ്ഞാനിയും സർവവ്യാപിയും സർവാധികാരിയും നിത്യനും മാറ്റമില്ലാത്തവനും അത്യുന്നതനും എന്റെയും നിങ്ങളുടെയും പ്രാണന്റെ മേൽ പരമാധികാരമുള്ളവൻ, താങ്കൾ ഈ ചുമന്ന കസറിൽ ഇരിക്കണോ അതോ വെള്ള പുതച്ച് നീണ്ടു നിവർന്ന് കിടക്കണോ എന്ന് പരമാധികാരമായി അത് ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ ദൈവത്തെ അറിയാൻ കഴിയാതെ പോയതാണ് ഈ ലോകം ദുഷ്ടലോകമായത്. എത്ര പേര് സമ്മതിക്കുന്നത്? ഏകസത്യ ദൈവമെന്ന് ഞാൻ പറയുന്ന ഈ ശക്തിവിശേഷമുണ്ടല്ലോ, ശില്പവൈദഗ്ധ്യമുള്ള കുറെ ഏറെ പേര് ചേർന്നിരുന്ന് തച്ചിന് കുത്തിയിരുന്ന് ഉണ്ടാക്കിയതല്ല ചേട്ടാ. അല്ലെങ്കിൽ ഈ ദൈവം സ്വയം ഉണ്ടാക്കിയതുമല്ല, ഉണ്ടായതുമല്ലെങ്കിൽ പിന്നെന്താ? ഉള്ളവനാണ് ആ ദൈവം. എത്ര പേർക്ക് വാചകം മനസ്സിലാകുന്നുണ്ട്? ഉണ്ടാക്കപ്പെട്ടതല്ല, ഉണ്ടായി വന്നതുമല്ല, ഉള്ളവനായൊരു ദൈവം. ആ ദൈവത്തിന്റെ നാവിൽ നിന്ന് ഉച്ചരിക്കപ്പെട്ട ശബ്ദമാണ് ഉണ്ടാകട്ടെ. അപ്പോഴാ ഇതെല്ലാം ഉണ്ടായത്. മനസ്സിലായില്ലേ? അങ്ങനെ പടച്ച ഒരു തമ്പുരാൻ, സകലതിനെയും സൃഷ്ടിച്ച ഒരു ദൈവം ഉണ്ടോ? തലയ്ക്ക് മീതെ നീലിമകാലം കലർന്ന ആകാശം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഉണ്മയാണ്. അതിനകത്ത് കോടാനുകൂടി ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, നക്ഷത്രജാലങ്ങൾ നമ്മുടെ ഉച്ചിയിലോട്ട് വീഴാതെ അതിനെ അവിടെ ആണി അടിച്ച് ഉറപ്പിച്ച് കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചിരിക്കുകയൊന്നുമല്ല. ചുമ്മാ വാരി അന്തരീക്ഷത്തിലേക്ക് ഇട്ടിരിക്കുക, പക്ഷെ താഴോട്ട് വീഴുന്നില്ല. അവയെല്ലാം അതതിന്റെ ഭ്രമണപഥത്തിൽ കൃത്യമായി അയനം ചെയ്യുന്നു. അങ്ങനെ ഒരു സംവിധാനമുള്ള, ക്രമസംവിധാനമുള്ള ഈ ദൈവത്തെ മാത്രം അറിയാതെ നിഷേധിയായി ധാർഷ്ട്യത്തോടെ, ധിക്കാരത്തോടെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അഹങ്കാരത്തോടെ മുൻപോട്ട് പോകുന്നതാണ് ഈ ലോകം ദുഷ്ടലോകമാകാനുള്ള കാരണം. സമ്മതിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സമ്മതിക്കാത്തവർക്കായിട്ടും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അല്ലാതെ എന്താ ചെയ്യുക? സമ്മതിപ്പിക്കാനൊന്നും പറ്റില്ല. ഞാനൊരു സാധാ ഉപദേശിയ. വസ്തുതകളെ തിരുവെഴുത്തിൽ നിന്ന് വെളിപ്പെടുത്തുക എന്നുള്ളതല്ലാതെ, ആശയങ്ങളെ അവതരിപ്പിക്കുക എന്നതല്ലാതെ, ആരുടെയും ഉള്ളത്തിലേക്ക് ഇതിനെ കോറിയിടാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷേ ആശയം ദൈവദത്തമായതുകൊണ്ട് നിഷേധിക്കാനാവില്ല. നമുക്ക് പറ്റിപ്പോയത് എല്ലാമുണ്ട്. നമുക്ക് അക്ഷരക്കൂട്ടുകളുണ്ട്, കാവ്യങ്ങളുണ്ട്,
നമുക്ക് നോവലുകൾ, ചെറിയ കഥകൾ, നീണ്ട കഥകൾ, കുറിയ കഥകൾ, നമുക്ക് പൈങ്കിളി സാഹിത്യങ്ങൾ, മഹാസാഹിത്യങ്ങൾ, മഹാകാവ്യങ്ങൾ, വേദാന്ത ചിന്തകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ എല്ലാം ഉണ്ട്. ലോക ക്ലാസിക്കിനെ വെല്ലുന്ന സാഹിത്യമുണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷെ സത്യദൈവമായിട്ടുള്ള ഉത്തമ ഉദാത്തവുമായ ബന്ധമില്ലാത്തത് കൊണ്ട് ലോകം ദുഷ്ടലോകമായി മാറുന്നു. ഇന്ന് രാത്രി പാർക്കിൽ നിന്ന് പടിയിറങ്ങുന്നതിന് മുമ്പ് തീരുമാനമെടുക്കണം, ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ കൂടെയല്ല, ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവവുമായി എനിക്കൊരു ബന്ധമുണ്ടാകണം. ആ ദൈവം താങ്കളുടെ പ്രശ്നങ്ങൾ ഇന്ന് രാത്രി ഏറ്റെടുക്കുകയാണ്. ആ ദൈവം താങ്കൾക്ക് മാറാത്തവനായിരിക്കും. ആ ദൈവം താങ്കളെ മറക്കാത്തവനാകും. ആ ദൈവം താങ്കളുടെ നന്മ മുടക്കാത്തവനാകും. ആ ദൈവം താങ്കളെ മറയ്ക്കുന്നവനാകും. ആ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് തീരുമാനമെടുക്ക്. അങ്ങുമിങ്ങും ഓടി അലഞ്ഞ്, അങ്ങുമിങ്ങും കുമ്പിട്ട് പ്രണമിച്ച് പ്രണയിച്ച് യാഗയോഗ കർമ്മകാണ്ഡങ്ങൾ നിരവധി ചെയ്തിട്ടും പ്രശ്നം ഇന്നും ശിഷ്ടം നിൽക്കുകയും ദുഷ്ടഭൂത പ്രേത പിശാചുക്കൾ നിന്റെ മുമ്പിൽ പല്ലിളിച്ച് നിൽക്കുകയും നിന്റെ ഗർഭഫലത്തെ അപകരിക്കാൻ നിൽക്കുകയും നിന്റെ ജീവിത പങ്കാളിയെ നിന്നിൽ നിന്ന് അകറ്റിക്കളയുകയും ജീവിതത്തോട് നിനക്ക് വിരക്തി തോന്നുമാറ് ദുഷ്ടശക്തി നിന്റെ വീട്ടിനകത്ത് താണ്ഡവ നൃത്തമാടുകയും ചെയ്യുന്നെങ്കിൽ അതിനെ പടിക്ക് പുറത്താക്കി നിന്റെ ജീവിതത്തിന് സ്വാതന്ത്ര്യം തരാൻ കഴിയുന്ന ഒത്തിരി ദൈവമില്ല, ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവമാണ് ഏക സത്യ ദൈവം. ആ ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. സകല ജനതയും ആ ദൈവത്തിങ്കിലേക്ക് വന്നാൽ ദുഷ്ടലോകമെന്ന ലേബല് മാറ്റി ഈ ലോകം സമാധാനത്തിൻ്റെതാവും. അതിനാ ഞങ്ങൾ പാടുന്നത്, അതിനാ ഞങ്ങൾ പ്രസംഗിക്കുന്നത്, അതിനാ ഞങ്ങളുടെ ആത്മീക ശുശ്രൂഷ. സായിപ്പിന്റെ നിന്ന് കാശ് വാങ്ങിച്ച് ആർക്കാണ്ട് വീട് വെച്ച് കൊടുത്ത്, ആരാണ്ട് പെമ്പിളരെ കെട്ടിച്ചു കൊടുത്ത്, ആരാണ്ടർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത്, ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത്, ഇങ്ങനെ മതം മാറ്റാൻ ചുമ്മാ തിരിച്ചേട്ടാ അങ്ങനെയൊന്നും ഒരു ഇടപാടില്ല. മതം മാറ്റുന്ന ഞങ്ങളൊന്നുമല്ല. മതം മാറ്റാനോട് വേറെ ആളുകൾ കച്ചകെട്ടി നിപ്പുണ്ടല്ലോ, അവരാ മതം മാറ്റുന്നത്. ഞങ്ങൾക്ക് മതം മാറ്റം അജണ്ടയല്ല. മതമല്ല ഞങ്ങൾ മാറ്റുന്നത്, മനമാണ് മാറ്റുന്നത്, മനസ്സാണ് ഞങ്ങൾ മാറ്റുന്നത്. കള്ളുകുടിച്ച് മതോന്മത്തനായി സ്വന്തം വീട്ടിലേക്ക് കയറിപ്പോകാൻ വഴിയറിയാതെ കവലെ കുരുങ്ങിക്കിടക്കുന്നവൻ, ചേട്ടാ എന്താ ഇവിടെ കിടക്കുന്നത്, എന്നെ ചെയ്യാൻ എവിടം വരെ വന്നു, അപ്പോഴേക്ക് അങ്ങ് വീണുപോയി. എങ്ങോട്ടാ പോകണ്ടെന്നൊന്നൊരു ഒരു പിടിയില്ല. നിങ്ങൾ ഇവിടുത്തുകാരനാണോ? അതെ. എന്നെ അറിയാമോ? അറിയാം. എന്റെ വീട് എവിടാന്നറിയാമോ? പിന്നെ അറിയാം. എന്നെ അവിടോട്ടൊന്ന് കൊണ്ടുവിടാമോ? അങ്ങനെയുള്ള ഗതികളിലേക്ക് പോയവനെ ജീവിതത്തിന്റെ വഴിത്താരയിൽ നെഞ്ചു വിരിച്ചു നിർത്താൻ കള്ളു വേണ്ട, അന്യാധീനമായ പെണ്ണ് വേണ്ട, മയക്കുമരുന്ന് വേണ്ട, ദഹനേന്ദ്രിയ വ്യവസ്ഥിതിക്ക് കേടുവരുത്തുന്നത്, ശ്വസനേന്ദ്രിയ വ്യവസ്ഥിതിക്ക് കേടുവരുത്തുന്നത്, പ്രത്യുൽപാദന വ്യവസ്ഥിതിക്ക് കേടുവരുത്തുന്നതും എന്റെ ആന്തരിക വ്യവസ്ഥിതികളെ താറുമാറാക്കുന്നതുമായ ഈ പട്ടച്ചാരായം എനിക്ക് വേണ്ട എന്ന് മനസ്സിന് മാറ്റമുണ്ടാക്കാൻ ഇവിടെ സുവിശേഷമല്ലാതെ വേറെ ഒന്നുമില്ല. അതാ ഞങ്ങളിവിടെ പാടിയത്, അതാ ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നത്. മനം മാറ്റമാണ് ഞങ്ങളുടെ വിഷയം. മതം അല്ല ഇവിടെ മാറേണ്ടത്. മതം മാറിയതുകൊണ്ട് എന്താ പ്രയോജനം? ഒരു മതം മാറി മറ്റൊരു മതത്തിലേക്ക് ചെന്നതുകൊണ്ട് എന്താ പ്രയോജനം? മനസ്സ് മാറാത്ത കാലത്തോളം. മനസ്സ് മാറാത്ത ഒരുവൻ മതം മാറിയത് കൊണ്ട് എന്താ ഗുണം? ഒരു ഗുണവുമില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറുതണമെന്നും പറഞ്ഞൊരു സാധനം ഉണ്ട്, അറിയാമോ? ഇവിടെ തിരുവനന്തപുരത്ത് എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പലതും ഇവിടെ പറഞ്ഞ കുഴപ്പം, ഇവിടെ പറഞ്ഞ പലതും അവിടെ പറഞ്ഞ ഞങ്ങൾ എഴുന്നേറ്റ് ഓടത്തേ ഉള്ളൂ. അങ്ങനെ ഭാഷാപരമായ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പൊ ഈ ചെറുതണം എന്നൊക്കെ പറഞ്ഞാൽ ചിലടത്ത് തന്നെ തൂവ എന്നാണ് പറയുക. അതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ തൊട്ടാൽ വിവരം അറിയാം, അതാണ് സംഭവം. അപ്പൊ ഏതാണ്ട് ആ കാര്യം എന്തോന്ന് മനസ്സിലായില്ല. ഈ ചൊറുതണം നിൽക്കുന്നത് ഒരു ഹിന്ദുവിന്റെ പറമ്പിലായതുകൊണ്ടായിരിക്കും ഇത്രയും ചൊറുതണം, ഇത്രയും ചൊറിച്ചിലെന്ന് വിചാരിച്ച് അതിനെ മണ്ണിളക്കി കളയാതെ അങ്ങനെ തന്നെ ഇളക്കി, അല്ലെങ്കിൽ പതിയെ ഇളക്കി വേര് പൊട്ടാതെ മണ്ണിന്റെ അംശം പോലും വേണ്ട അത് വെള്ളത്തിൽ കഴുകിയിട്ട് നേരെ ഒരു പെന്തക്കോസുകാരന്റെ പറമ്പിൽ കൊണ്ട് നട്ടാൽ എന്തോ ഗുണം ഉണ്ടാവും? പറ, ചൊറിയാതിരിക്കുവോ? പെന്തക്കോസുകാരന്റെ പറമ്പിലാണെന്നും പറഞ്ഞ് അതിന് നിങ്ങളൊന്ന് ഉമ്മ വെച്ച് കൊടുത്തു നോക്കി, വിവരം അറിയും. ഹിന്ദുവിന്റെ പറമ്പിലോ മുസൽമാന്റെ പറമ്പിലോ പെന്തക്കോസുകാരന്റെ പറമ്പിലോ ക്രിസ്ത്യാനിയുടെ പറമ്പിലോ ചൊറുതണം എവിടെ നിന്നാലും ചൊറി വെച്ച അതിന്റെ ചൊറുതണമാണോ? ചൊറിഞ്ഞിരിക്കും. അപ്പൊ പിന്നെ എന്തുവാ? തടമല്ല മാറേണ്ടത്, മനസ്സിനെ മാറ്റം. മനസ്സിന് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു സംഹിതയുള്ളൂ ഇവിടെ, ഒരേ ഒരു സംഹിതയുള്ളൂ. അത് യേശുവിന്റെ രക്തച്ചുവയുള്ള സുവിശേഷമാണ്. അപ്പൊ മനസ്സിന് മാറ്റം ഉണ്ടാകണം. ഞങ്ങൾക്കൊരു മതമില്ല സുഹൃത്തേ. നിങ്ങളെ മതം മാറ്റി ഏത് മതത്തിലോട്ട് കൊണ്ടുപോകാനാ? ഇവിടെ ഒരു വേറൊരു മതമില്ലല്ലോ. ഞങ്ങളൊരു മതത്തിൽപ്പെട്ട ആളുകളല്ല. ഞാനും ആന്റണി പാസും ഇവിടെ പാട്ടുപാടിയ ഞങ്ങളുടെ പാസിലെ കുഞ്ഞുങ്ങൾ ഇതിന്റെ സംഘാടകരാരും മതത്തിലുള്ളവരല്ല. ഇവിടെ ക്രിസ്തുമതം എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ക്രിസ്തു മതം ഒന്നും സ്ഥാപിച്ചിട്ടില്ല. ക്രിസ്തു മതം സ്ഥാപിക്കാനല്ല ഇവിടെ വന്നത്. ക്രിസ്തു മതമല്ല സ്ഥാപിച്ചത്. പിന്നെ എന്തോ സ്ഥാപിച്ച്? ക്രിസ്തു മതം എന്ന് പറഞ്ഞാൽ പിന്നെന്തോ? അങ്ങനെ ഒരു മതമില്ലെന്നേ. പിന്നെ ആരെന്താ അങ്ങനെ പറയുന്നേ? അതെല്ലാം പറഞ്ഞു അങ്ങനെ ആയിപ്പോയതാണ്. മനസ്സിലായോ? മാർഗമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു മാർഗം. ആ മാർഗക്കാർക്ക് ദോഷം ചെയ്യാൻ ഞാൻ പോയപ്പോൾ അങ്ങനെ പ്രയോഗമുണ്ട് വേദോസ്തവത്തിൽ.
മാർഗം എന്ന് പറഞ്ഞാൽ വഴി എന്നാണ്. മൃതിയുടെ ഭയാനകതയിലായിരുന്നു, അവിടുത്തെ ജീവനിലേക്ക് വഴിയറിയില്ലായിരുന്നു. യേശുവാണ് ആ വഴി തുറന്നത്. അസത്യത്തിലായിരുന്നു, സത്യത്തിലേക്കുള്ള വഴി അറിയില്ല. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള വഴി അത് യേശുവാ തുറന്നത്. ഇരുട്ടിലായിരുന്നു, അന്ധകാരം, വെളിച്ചത്തിലേക്ക് വഴിയറിയില്ല, അത് യേശുവാ തുറന്നത്. കാരണം യേശു പറയുന്നു, ഐ ആം ദ വേ, ഞാനാണ് ആ വഴി. എവിടെ നിന്നുള്ള എവിടേക്കുള്ള വഴി? അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, വെളിച്ചത്തിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മൃതിയുടെ നിശബ്ദതയിൽ നിന്ന് ജീവനിലേക്കുള്ള വഴി. അതുകൊണ്ട് യേശു തുറന്നത് മതമല്ല, പിന്നെന്തുവാണ്? മാർഗമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? സമ്മതിച്ചേ പറ്റൂ. മാർഗമാണ് യേശു തുറന്നത്. അതുകൊണ്ട് യേശുവിന്റെ മതമല്ല, യേശുവിന്റെ മാർഗം. പിന്നെ എങ്ങനെ ഇത് മതമായി? അത് പറഞ്ഞു അങ്ങനെ ആയിപ്പോയത്, പറഞ്ഞ് കാലം കഴിഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയത്. കോട്ടയ്ക്കകം എന്ന് പറയുന്ന ഒരു പട്ടണം ഉണ്ടായിരുന്നു കേരളത്തിൽ, അറിയാമോ? കോട്ടയ്ക്കകം. ചേട്ടാ എവിടെ പോന്നു? കോട്ടയ്ക്കകം വരെ പോവുക. ചേച്ചി എവിടെ പോയായിരുന്നു? കോട്ടയ്ക്കകത്ത് പോയതാ, എന്നിട്ട് തിരിച്ചു വരിക. ഇങ്ങനെ പറഞ്ഞിരുന്നു മലയാളി പണ്ട്. പക്ഷെ ഇപ്പം മലയാളിക്ക് കോട്ടയ്ക്കകം അറിയില്ല. പറഞ്ഞു വായിക്കിടന്ന് ഉരുണ്ട് തേഞ്ഞ് തേയ്മാനം സംഭവിച്ച കോട്ടയം എന്നായിപ്പോയത്. കോട്ടയ്ക്കകമാണ് എന്തോ ആയിപ്പോയത്, കോട്ടയം ആയിപ്പോയത്. അറിയാമോ? സിംഹവനം അങ്ങനെ സ്ഥലം ഉണ്ടായിരുന്നു കേരളത്തിൽ, ഇപ്പൊ ഇല്ല. അത് ചിങ്ങവനം ആയി മാറി. നല്ല പൊന്നല്ലരി വിളയുന്ന പാടശേഖരങ്ങളുടെ നാടിന് പണ്ട് ബുദ്ധിജീവികളിട്ട പേരാണ് അരിപ്പാടം. ഇപ്പൊ അരിപ്പാടമില്ല, പകരം ഹരിപ്പാടായി അത് മാറി. കണ്ടോ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ. കൊല്ലം ജില്ലയിലെ ഒരു നല്ല സ്ഥലമുണ്ട്. പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരു നല്ല ഹൈന്ദവ ക്ഷേത്രം, ശില്പവൈദഗ്ധ്യം കൊണ്ട് പാർശ്വഭംഗി വരുത്തിയിട്ടുള്ളൊരു നല്ല ഹൈന്ദവ ക്ഷേത്രം. അതിന്റെ തൊട്ട് അപ്പുറത്തായിട്ടൊരു ക്രൈസ്തവ ദേവാലയം. അങ്ങുയർന്നു നിൽക്കുന്ന അൾത്താരകളും കുരിശേന്തി നിൽക്കുന്ന ഒരു നല്ല ക്രൈസ്തവ ദേവാലയം. അതിന്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ഇസ്ലാമിക് മോസ്ക് ഉണ്ട്. താഴികക്കുടങ്ങൾ ഏന്തി നിൽക്കുന്ന ഒരു നല്ല മോസ്ക്. മിക്ക പ്രഭാതങ്ങളിലും അമ്പലത്തിലെ കർമ്മിയുടെ ശംഖനാഥം താളാത്മകമായി ഉയരും. അപ്പം അങ്ങ് മോസ്കിൽ നിന്ന് മുക്രിയുടെ ബാങ്ക് വിളി. അപ്പൊ ഇപ്പുറത്തെ പള്ളിയിൽ നിന്ന് പള്ളിമണിയുടെ നാദം ഉയരും. മിക്കവാറും ഇത് മൂന്നും കൂടെ ഒരുമിച്ചൊക്കെ ആയിരിക്കും. ഇത് മൂന്നും കൂടെ ആ കവലയിൽ ഒരുമിച്ച് വന്നാലും ഈ മൂന്ന് കൂട്ടം ആളുകളും തമ്മിലടിയില്ല, ബഹളമില്ല, ഒച്ചപ്പാടില്ല, സമാധാനമായി സന്തോഷമായി ദൈവത്തെ പാടി പ്രാർത്ഥിച്ച് കഴിഞ്ഞു പോകുന്ന ആ നാടിന് പണ്ട് ബുദ്ധിജീവികൾ ഒരു പേരിട്ടു. എന്താണെന്നറിയാമോ? ദേവലോകക്കര. അപ്പൊ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നേ. എവിടെ പോന്നു? ദേവലോകക്കര വരെ പോയി. എവിടെ പോയാൽ? ഞാനും ദേവലോകക്കര വരെ പോയിട്ട് വന്നതാ. പക്ഷെ ആധുനിക മലയാളിക്ക് ഇപ്പൊ നേരമില്ലല്ലോ. ഫാസ്റ്റ് ഫുഡ് കഴിച്ച് നിൽക്കാൻ നേരമില്ല, ഇരിക്കാൻ നേരമില്ല, കിടക്കാൻ നേരമില്ല, ഓട്ടമാണ്. അപ്പൊ പിന്നെ ഈ ദേവലോകക്കര എന്ന നീളമുള്ള പേര് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ നേരമില്ലാത്തത് കൊണ്ട് മലയാളി പറയുന്നത് തേവലക്കര എന്നാണ്. തേവലക്കര അറിയാം? തേവലക്കര എന്ന് പറഞ്ഞ ദേവലോകക്കര. അങ്ങനെ ക്രിസ്തുമാർഗം എന്ന് പറഞ്ഞ് ആ അർത്ഥസമ്പുഷ്ടമായ പദം വായിൽ കിടന്ന് ഉരുണ്ടു തേഞ്ഞ് തേയ്മാനം സംഭവിച്ച് വന്ന ഒരു പ്രയോഗമാണ് ഏതാ? ക്രിസ്തു മതം. യേശു മതം സ്ഥാപിച്ചിട്ടില്ല, യേശു മാർഗമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. എത്ര പേർക്ക് ബോധ്യമായി ഞാൻ പറഞ്ഞ കാര്യം? എന്താ ഇത് ദുഷ്ടലോകമായി മാറിയത്? ദൈവത്തെ മറന്നുപോയി. ഏത് ദൈവത്തെ? സത്യദൈവത്തെ. ഏത് സത്യദൈവം? ഏക സത്യദൈവം. യോഹന്നാൻ 17:3 അതിന്റെ ആധാര വാക്യം. അപ്പൊ അനാത്മീകതയാണ് ഈ ലോകത്തെ ദുഷ്ടലോകമാക്കി മാറ്റിയത്. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സുവിശേഷം പ്രസിദ്ധമാക്കുന്ന ഏകസത്യ ദൈവത്തിങ്കിലേക്ക് വന്നേ മതിയാകുള്ളൂ. ഒന്നാമത്തെ കുറിപ്പ് നിർത്തുന്നു. അടുത്തത് എന്താണെന്നറിയാമോ? അധാർമികതയാണ്. അധാർമികത എന്താണ്? അധാർമികത എന്ന് പറഞ്ഞാൽ കുത്തഴിഞ്ഞ ലൈംഗികത, ആഭാസത്തരങ്ങൾ, വൃത്തികേടുകൾ. കണ്ടോ? അതാണ് അധാർമികത. വരുത്തിവെക്കുന്ന വിനാശങ്ങൾ ഭയങ്കരമാണ്. അവിഹിത ഗർഭങ്ങൾ പെരുകുന്നു. കണ്ടില്ലേ? യുവതികൾ വഴിപിഴച്ചു പോകുന്നു. യുവാക്കന്മാർ വല്ലാതെ വഴിയാധാരമാകുന്നു. അപ്പന്റെ അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ നിർവാഹമില്ലാതെ ഇടവഴിയിൽ വെച്ച് പിരിഞ്ഞു പോകുന്നു. പ്രായമധികരിക്കുന്ന മാതാപിതാക്കൾക്ക് തുണയാകേണ്ട യൗവനം ഇഷ്ടമുള്ളതിൻ്റെയൊക്കെ പുറകെ ഇറങ്ങിപ്പോകുന്നു. ഇപ്പം നമ്മുടെ പരമോന്നത കോടതി സ്വവർഗരതിക്ക് നിയമത്തിന്റെ പച്ചക്കൊടി കാട്ടി. വിവാഹേതര ലൈംഗിക ബന്ധത്തിന് പരമോന്നത കോടതി പച്ചക്കൊടി കാട്ടുകയും കൂടെ ചെയ്തപ്പോ ഇവിടെ ധാർമ്മികതയെക്കുറിച്ച് ഇനി പ്രസംഗിക്കാനൊന്നും ഒരു സാധ്യതയില്ല. കാരണം നിയമപരമായി എല്ലാം അനുവദിക്കപ്പെടുക. എന്റെ ഭാര്യ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നും പറഞ്ഞൊരു ഭർത്താവ് കേസ് കൊടുത്താൽ കേസ് തള്ളിപ്പോവും. അതവരുടെ അവകാശമാണോ? പോയി വീട്ടിൽ ഇരിക്കാൻ പറയും. അതാ ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതി. അറിയാമോ? ഇവിടെ പിന്നെ ധാർമ്മികതയെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് എന്താ കഥ? കേരളത്തിലെ പത്രങ്ങൾ ഞാൻ വരുത്തുന്നവയുടെ എന്റെ ഫയലിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് പല പത്രക്കുറിപ്പുകളും. 3 വയസ്സുകാരി മാനഭംഗം ചെയ്യപ്പെട്ടു. 3 വയസ്സുകാരി. പിറ്റേ ആഴ്ചയിൽ വന്നു 30 വയസ്സുകാരി.
6 വയസ്സുകാരി മൃഗീയമായി മാനഭംഗം ചെയ്യപ്പെട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വരുന്നു 60 വയസ്സുള്ള ഒരു മാതാവ്. അപ്പൊ 3-നും 30-നും 6-നും 60-നും സുരക്ഷയില്ലാത്ത നാടായി. അങ്ങ് സൊമാലിയോ റുവാണ്ടയോ അല്ല, സാക്ഷര കേരളം, സുന്ദര കേരളം, അക്ഷര കേരളം, ഗോഡ്സ് ഓൺ കൺട്രി. ഇതിനകത്ത് നടക്കുന്ന നരാധമ പ്രവൃത്തിയാണ്. മനസ്സിലായില്ലേ? പോക്സോ ഒക്കെ ഈ അടുത്ത കാലത്ത് ഗംഭീരമായി വന്നത്. പിടിക്കപ്പെടുന്നവനൊന്നും പുറത്തു വരുന്നില്ല, അകത്താകുക. നല്ല കാര്യം. നിയമപാലകർക്ക് ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ്. സാധാ സല്യൂട്ടല്ല, ബിഗ് സല്യൂട്ട്. നല്ല കാര്യമാണത്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ പെൺകുരുന്നുകൾ സുരക്ഷിതരല്ല. അവസാനത്തെ വണ്ടിയിൽ കയറാൻ നമ്മുടെ സഹോദരിമാർ മടിക്കുന്നു. ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകൾ സുരക്ഷിതരല്ല. ഫ്ലൈറ്റിലും ട്രെയിനിലുമൊന്നും അവർ സുരക്ഷിതരല്ല. വിജനവീഥികളിലൂടെ നടന്നു പോകുവാൻ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്കാവില്ല. നമ്മുടെ അമ്മ പെങ്ങന്മാർ, നമ്മുടെ കുഞ്ഞനുജത്തിമാർ സുരക്ഷിതരല്ല. കാരണം തിന്മ നിറഞ്ഞ ഒരുപറ്റം നരാധമന്മാർ, ഞരമ്പ് രോഗികൾ എന്ന് തന്നെ പറയണം, കാട്ടിക്കുട്ടുന്ന വൃത്തികേടുകൾ സകല ഇടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആ വാർത്തയൊന്നും ലജ്ജാകരങ്ങളായി ഇത് പറയാൻ അറയ്ക്കുന്നു, നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയോ. സകല പത്രങ്ങളിലുമുണ്ടല്ലോ. ഇതാണ് അധാർമികത. കുടുംബകോടതി ഭയങ്കര തിരക്കാണ്. കുടുംബജീവിതത്തിന് സുതാര്യതയില്ല. വഴിപിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. ഭാര്യാഭർത്തൃബന്ധം കുടുംബകോടതിയുടെ തൂണിൽ, അതിന്റെ വരാന്തയിലെ തൂണിൽ ചാരി നിൽക്കുന്നു. അകത്ത് വിധി എന്താണെന്നറിയേണ്ടതിന് രണ്ടുപേരെയും കൂടെ അകത്ത് വിളിച്ച് തമ്മിൽ യോജിപ്പിക്കാൻ പരമാവധി പരിശ്രമിച്ചാലും യോജിക്കാതെ വഴിപിരിഞ്ഞു പോകുന്നു. അധികാരികൾ നീട്ടിക്കൊടുത്തൊരു പേപ്പറിന്റെ രണ്ടറ്റത്തും ഒപ്പിട്ടിട്ട് രണ്ടു വഴിക്ക് പിരിയുമ്പോൾ ഇടയിൽ ദിശാബോധം അറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന കുരുന്ന് ബാല്യങ്ങൾ. അങ്ങനെയാ നമ്മുടെ കുടുംബജീവിതത്തിന്റെ അവസ്ഥ. തിരുവനന്തപുരം ജില്ലയിൽ അത് ഒത്തിരി കൂടുതലാണെന്ന പൊതുവെയുള്ള വാർത്താ വിശദീകരണം, അന്വേഷണ സർവേ. കുടുംബജീവിതത്തിന്റെ ശൈഥല്യം, ഇതാണ് അധാർമികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവിഹിത ഗർഭം പേറുന്ന പെൺകുട്ടികളോട് ചോദിച്ചു, ആരാ ഇതിന് ഉത്തരവാദി? പല പെൺകുട്ടികളും മാന്യത കൊണ്ട് പറയാതിരിക്കുന്നു. ചിലരെ നിർബന്ധിച്ചപ്പോൾ അവര് പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ കന്യകാത്വത്തെ അവൾ സൂക്ഷിക്കുന്നതിനേക്കാൾ ഉത്തരവാദിത്വത്തോടെ കാക്കേണ്ടവർ തന്നെയാ പിച്ചി ചിന്തി വല്ലാത്ത കാമവെറി കാട്ടിയത്. സ്വന്തം പിതാവിനെ ചൂണ്ടിക്കാണിച്ചു, സ്വന്തം സഹോദരനെ, ട്യൂഷൻ മാസ്റ്ററെ, ആത്മീയ നേതാവിനെ ഒക്കെ ചൂണ്ടിക്കാണിച്ചു. നമ്മുടെ പെൺകുരുന്നുകൾ അത്ര കഥപ്പതനമാണ്. അതുകൊണ്ട് ഇത് ദുഷ്ടലോകമെന്ന് പറയുന്നത്. എത്ര പേര് സമ്മതിക്കുന്നു? പിശാചെന്ന് പറയുന്ന ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യനെ തന്റെ കളിപ്പാവയാക്കി മാറ്റി. അവന്റെ സിരാനരകളിൽ ഒഴുകുന്നതായിരിക്കുന്ന രക്തത്തെ തിന്മയ്ക്ക് വേണ്ടി മാത്രം പതപ്പിച്ചൊഴിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അവൻ മാറുമ്പോ എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് അവന് ബോധമില്ലാതെയാകുന്നു. അതുകൊണ്ടാണ് ഇത് ദുഷ്ടലോകമാണെന്ന് പറയുന്നത്. മൂന്നാമത്തെ ചിന്ത കൂടെ പറഞ്ഞ് ആ കുറിപ്പ് ഞാൻ നിർത്തട്ടെ. മൂന്നാമത്തേതാണ് അസാൻമാർഗീയത. അപ്പൊ ഞാൻ പറഞ്ഞ 3 അക്ഷരം, ആയിൽ തുടങ്ങുന്ന 3 പ്രയോഗങ്ങൾ മറക്കരുത്. മലയാളി ആദ്യം പഠിച്ച അക്ഷരമാണല്ലോ ആ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആയിൽ തന്നെ ആ 3 ചിന്തകൾ തരുന്നു. ഒന്ന് പറഞ്ഞത് അനാത്മികതയെ, 2 പറഞ്ഞത് അധാർമികതയെ, 3ാമത് പറയാൻ പോകുന്നത് അസാൻമാർഗീയത. എന്താണ് അസാൻമാർഗീയത? കാബാലികത. കയ്യൂക്ക് ഉള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിലേക്ക്. ആ പോകുന്നവനെ ഒന്ന് തട്ടിയേരെ എന്ന് പറഞ്ഞാൽ തട്ടണോ അതോ പരിക്കേൽപ്പിച്ചാൽ മതിയോ? അല്ല, തട്ടിക്കളയണമെങ്കിൽ ഇത്ര ലക്ഷം രൂപ. കാല് വെട്ടിയാൽ മതിയോ? കൈ വെട്ടിയാൽ മതിയോ? കൈക്കൊരു തുക, കാലിന് വേറൊരു തുക. മനസ്സിലായോ? വെട്ടിമറിക്കണമെങ്കിൽ അതിന് വേറൊരു തുക. മുച്ചൂട് കത്തിച്ചു കളയണോ? ഇത്ര ലക്ഷം രൂപ. ഇങ്ങനെ ഒരു മനുഷ്യന്റെ അവയവങ്ങൾക്ക് വില പറഞ്ഞ്, അവനെ മൊത്തത്തിൽ വില പറഞ്ഞ്, അവന്റെ കുടുംബത്തെ മൊത്തത്തിൽ വില പറഞ്ഞ് കൊട്ടേഷൻ എടുത്ത് അവനെ വെട്ടി നിരപ്പാക്കാൻ നടക്കുന്ന നരാധമ ശക്തികളെ ഊട്ടി വളർത്തുന്ന ഒരു പറ്റം ആളുകൾ, അവർ കാട്ടിക്കൊട്ടുന്ന വൃത്തികേടുകൾക്ക് ഇവിടെ അസാൻമാർഗികത എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരാളിനെ കയറ്റാനും ഒരാളിനെ ഇറക്കാനും, കണ്ടില്ലേ? അദ്ദേഹത്തെ വല്യപുള്ളിയാക്കാനും അദ്ദേഹത്തിന്റെ പേരിൽ ആക്ഷേപം ഉണ്ടാക്കാനും, ഈ കൊന്നും കൊല വിളിച്ചും ഒടുവിൽ കൊല ചെയ്യപ്പെട്ടവന്റെ മൃതശരീരത്തിലെ വെട്ടുപാടിന്റെ എണ്ണം പറഞ്ഞ് ഇവിടെ മാധ്യമങ്ങൾ കളിക്കുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ 18 വെട്ട്, ഞങ്ങൾ നോക്കിയപ്പോൾ 31 വെട്ട്, നിങ്ങൾ നോക്കിയപ്പോൾ 51 വെട്ട്. അങ്ങനെ 58, 31, 16, 18 മൃതശരീരത്തിലെ വെട്ടുപാടിന്റെ എണ്ണം പറഞ്ഞ് കളിക്കുന്ന ആ ഗതികളിലേക്ക് നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം നീങ്ങുമ്പോൾ ഓർത്തുകൊള്ളണം, ഇത് അസാൻമാർഗികതയുടെ അവസ്ഥയാണ്. മനസ്സിലായില്ലേ? മനുഷ്യന്റെ രക്തം കൊണ്ട് കാലയാപനം കഴിക്കുന്ന ഒരുപറ്റം അവസ്ഥാവിശേഷങ്ങൾ. ഇതാണ് അസാൻമാർഗീയത. ഈ 3 പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം ലോക്കപ്പിലിട്ട് ഇടിക്കുക എന്നുള്ളതല്ല. ഈ 3 പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എന്തുവാണ്? ഒറ്റ പരിഹാരമേ ഉള്ളൂ, യേശുവിന്റെ സുവിശേഷം. യേശുവിന്റെ സുവിശേഷം മനുഷ്യനിലേക്ക് വന്നാൽ അവന് മാറ്റമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഈ യോഗത്തിനൊക്കെ മൈൻഡ് സാങ്ഷന് ചെല്ലുമ്പോൾ സുബോധമുള്ള, നല്ല വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, സാമൂഹ്യ ബോധമുള്ള, ജനം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ ചോദിക്കും, എന്താ ഉപദേശി നിങ്ങളുടെ പ്രോഗ്രാമിന്റെ ഉദ്ദേശം എന്താ? അപ്പം ഞങ്ങൾ തുറന്നു പറയും, സാറേ ദേശത്ത് മദ്യം ആസക്തി കൂടുതല്,
ദേശത്ത് വ്യഭിചാരത്തിന്റെ ആസക്തി കൂടുതൽ. പെൺപിള്ളേർ വഴിപഴയ്ക്കുന്നു, ആൺപിള്ളേർ വഴിപഴയ്ക്കുന്നു. പാസ്റ്ററേ, തീർച്ചയായും ഇവരെയൊക്കെ വിളിച്ചു നിർത്തി നിങ്ങളുടെ ആളുകൾ മാത്രം കൂടിയ പോരാ, മറ്റുള്ളവരും കൂടെ കേൾക്കത്തക്ക നിലയിൽ നിങ്ങളുടെ പ്രസംഗവും പാട്ടും അവരെ കേൾപ്പിക്കണം. നമ്മുടെ സമൂഹത്തിന്റെ ഈ തിന്മ മാറണം എന്ന് പറഞ്ഞ് മൈക്ക് സാക്ഷൻ അന്നേരം ഒപ്പിട്ട് തരുന്ന ചില ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അത് തരാത്തവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, അത് വേറൊരു കാര്യം. പ്രാർത്ഥന ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണല്ലോ. തന്നവരെ ഓർത്ത് മാത്രമല്ല, തരാത്തവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾക്ക് മാത്രമാണല്ലോ ഈ കയറ്റി ഇറക്കം ഒത്തിരി. മൈക്ക് സാക്ഷ്യം വേണമെങ്കിൽ എത്ര പ്രാവശ്യം കയറി ഇറങ്ങണമെന്നറിയാമോ? ഞങ്ങളാരെയും തമ്മിലടിപ്പിക്കാനോ കൊല്ലാനോ ഒന്നുമല്ല. ഞങ്ങൾ പറയുന്നത് ഇത് മാത്രമാണ്: താങ്കളുടെ അനാത്മികത അവസാനിപ്പിക്കുക, ധാർമ്മികത നിർത്ത്, താങ്കളുടെ അസാൻമാർഗിക സ്വഭാവത്തിൽ നിന്ന് വഴിമാറുക എന്ന് പറയാനുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന ഈ യോഗങ്ങൾ. ഈ 3 രാത്രികളും അത് തന്നെയല്ലേ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്, പാട്ടുകളിലൂടെയെല്ലാം. എനിക്ക് ആ ചിന്ത ഇങ്ങനെ കൊണ്ട് നിർത്താൻ ഞാൻ നിർബന്ധിതരാകുന്നു. കാരണം വേദപുസ്തകം പോലും കയ്യിലില്ലാതെ വന്നവർ വാച്ചിങ് കെട്ടി വന്നിട്ടുണ്ട്. ചിലർ കൂടെ നോക്കുന്നുണ്ട്. എനിക്കറിയാം, വണ്ടിത്തടം ഇവിടെ അടുത്തായതുകൊണ്ട് നാട്ടിലെത്താൻ വീട്ടിലെത്താനുള്ള വണ്ടിയുടെ സമയം കൂടെ കണ്ടും കെട്ടുമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നെന്ന് എനിക്കറിയാം. പ്രസംഗം ഇനി എത്ര കത്തിക്കേറിയാലും വണ്ടി പോയാൽ പിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുക നിർവാഹമില്ല. പ്രസംഗം കൊണ്ടുവിടാൻ സൗകര്യവുമില്ലല്ലോ. അപ്പൊ പിന്നെ പോയേ പറ്റുള്ളൂ. പ്രസംഗം ഇടയ്ക്ക് മുറിച്ചു പോകേണ്ടി വരും. നിങ്ങൾ അത് വരാതിരിക്കേണ്ടതിന് ഞാൻ സംക്ഷിപ്തമാക്കാൻ ശ്രമിക്കുകയാണ്. ഈ കാര്യം ശ്രദ്ധിച്ചോണേ. സുവിശേഷം ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കേണ്ടതിന്റെ ആവശ്യകത എന്താ? ഈ ലോകം ദുഷ്ടലോകമാണ്. ദുഷ്ടലോകമാണെന്നതിന്റെ 3 തെളിവുകളാണ് ഞാൻ നൽകിയത്. ഓക്കെ, അതുകൊണ്ട് സുവിശേഷം അവിടെ പ്രസംഗിച്ചേ പറ്റൂ. വേറൊരു വാക്യം ഞാൻ തരുന്നു, എഫെസ്യ ലേഖനം 5:16-17. ഇത് ദുഷ്കാലമാണ്, ദുഷ്കാലമാണ്. എത്ര വലിയ ഉന്നതികൾ, എത്ര വലിയ സംസ്കാര സമ്പന്നതകൾ ഇവിടെ ഉണ്ടെന്ന് വന്നാലും ഇവിടെ വ്യാപരിക്കുന്ന ഒരു കാലമുണ്ട്. ഹേമന്തകാലം, ശിശിരകാലം, വസന്തകാലം എന്നൊക്കെ പറയുന്ന ഋതുഭേദങ്ങൾ പോലെ ദുഷ്ടലോകത്തിൽ ഒരു കാലം വ്യാപരിക്കുന്നു. ആ കാലത്തിന്റെ പേരാണ് ദുഷ്കാലം എന്ന് പറയുന്നത്. തിന്മയല്ലാതെ സമാധാനത്തിന്റെ ഒന്നും കേൾക്കാനും കാണാനുമില്ല. സമരങ്ങളും സന്നാഹങ്ങളും പിക്കറ്റിങ്ങും ഹർത്താലും അതും ഇതുമെല്ലാം കൂടി. എന്തിനാ സമരം എന്ന് ചോദിച്ചാൽ എന്തിനാന്നറിയത്തില്ല. ഞങ്ങളെല്ലാവരും കൂടെ വിളിച്ചു. അവർ പറയുന്ന മുദ്രാവാക്യം പറയണമെന്ന് പറഞ്ഞു, അത് ഞങ്ങൾ പറയുന്നു. അല്ല, ഇനിയിപ്പം എന്തോ പരിപാടി, എന്തോ ഉച്ചവരെയൊക്കെ ഇങ്ങനെ നടക്കണം, അത് കഴിയുമ്പോൾ തിരിച്ച് വീട്ടിൽ പോകണം, അത് അവർ കൊണ്ടാക്കിക്കൊള്ളും. ഇങ്ങനെ എന്തിനാന്ന് പോലും അറിയാൻ വയ്യാതെ സമരം ചെയ്യുന്ന കുറെ ആളുകൾ, സമരം കൊണ്ട് മാത്രം ഉപജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറയട്ടെ, മനുഷ്യന്റെ സമാധാനത്തെ കെടുത്തിക്കളഞ്ഞുകൊണ്ട് ഒരുമാതിരി ദുഷ്കാലത്തിന്റെ സകലവിധമായിരിക്കുന്ന സന്നാഹങ്ങളും അങ്ങുമിങ്ങും പൊട്ടിപ്പുറപ്പെടുന്ന ഒരു വല്ലാത്ത കാലമാണിത്. ഇത് ദുഷ്കാലമാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന്റെ വിസ്ഫോടനങ്ങൾ, മറ്റ് മാനുഷിക മൂല്യങ്ങൾ തകർന്ന് തരിപ്പണമായി കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ, അത് ദുഷ്കാലത്തിന്റെ ഒരനുഭവമാണ്. എഫെസ്യ ലേഖനം 5:16-17 ഞാൻ പറഞ്ഞത്. വേറൊരു വാക്യം കൂടെ തന്ന് ഞാൻ ആ പാർട്ടങ്ങ് അവസാനിപ്പിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2:40 വാക്യം ഗംഭീരമായൊരു വാക്യമാണ്. എന്നെ കേൾക്കുന്ന കുഞ്ഞനുജത്തിമാർ, കുഞ്ഞനുജന്മാർ, തിരുവനന്തപുരം പട്ടണത്തിൽ ജീവിക്കുന്ന സകല യുവത്വത്തിന്റെ പ്രസരിപ്പുള്ളവരും കേൾക്കണം ഈ വാക്യം. അത് 2:40. ഉജ്ജ്വലവാഗ്നിയായിരിക്കുന്ന പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗമാണ്. പെന്തക്കോസ്തിന്റെ ശക്തി ഏറ്റെടുത്ത ശേഷം താൻ നടത്തുന്ന അതിഗംഭീരമായൊരു പ്രസംഗമാണ്. ലോകത്തിലെ ആദ്യത്തെ പെന്തക്കോസ്ത് പ്രസംഗമെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം. ആ അധ്യായത്തിൽ താൻ നടത്തുന്ന പ്രസംഗം കൊണ്ട് കുത്തി നിർത്തുമ്പോൾ താൻ ഇങ്ങനെ പറയുന്നു: വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊള്ളുവീൻ. വക്രതയുള്ള തലമുറ. എന്താ ഇത് ദുഷ്ടലോകമാകാൻ കാരണം? ഇവിടുത്തെ തലമുറ വക്രതയിലൂടെയാണ് യാത്ര ചെയ്യുക. വക്രത എന്ന് പറഞ്ഞാൽ നേരില്ലാത്തത്, വളഞ്ഞത്, പുളഞ്ഞത്, ചൊവ്വല്ലാത്തത് എന്നൊക്കെയാണ് അർത്ഥം. അതിന് ഗ്രീക്ക് പദങ്ങളുടെ വിശകലനമൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം മാത്രം ഓർത്തോണം, വക്രത എന്നുള്ളതിന്റെ യഥാർത്ഥമായിരിക്കുന്ന വിവക്ഷ എന്താണെന്നറിയാമോ? കുരുങ്ങിപ്പോയത് എന്നാണ്. കുരുങ്ങിക്കിടക്കുന്നത്, വല്ലാത്തതായിരിക്കുന്ന തിന്മകളിൽ കുരുങ്ങിക്കിടക്കുന്നത്, വല്ലാത്തതായിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങളിൽ, മയക്കുമരുന്നിലും ലഹരി പദാർത്ഥങ്ങളിലും കുരുങ്ങിക്കിടക്കുന്നത്, സ്നേഹബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുക, നിയമപരമല്ലാത്ത സ്നേഹബന്ധങ്ങൾ ഉണ്ടോ, അതിനകത്ത് കുരുങ്ങിക്കിടക്കുന്നു. അപ്പന്റെ ഇഷ്ടം വേണ്ട, അമ്മയുടെ ഇഷ്ടം വേണ്ട, വേണ്ടപ്പെട്ടവരുടെ ഇഷ്ടം വേണ്ട, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച ദൈവദാസൻ, അനുഗ്രഹിച്ച ദൈവദാസന്റെ താല്പര്യം പോലും വേണ്ട, സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊട്ടുവാൻ വേണ്ടി വ്യഗ്രപ്പെടുന്നത് ഈ കുരുക്കിൽ കിടക്കുന്ന വ്യക്തികൾ ആയതുകൊണ്ടാണ്. മനസ്സിലായോ? സ്വന്തം ഇഷ്ടപ്രകാരം പലതിലും ചിലതിലും കുരുങ്ങിപ്പോയവർ, മനസ്സിലായില്ലേ? വാട്സപ്പിന്റെ കുരുക്കിൽപ്പെട്ടു പോയവർ, യൂട്യൂബിന്റെ കുരുക്കിൽപ്പെട്ടു പോയവർ, കണ്ടില്ലേ? ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിന്റെ കുരുക്കിൽപ്പെട്ട് ഈ ഡിസ്പ്ലേയിലേക്ക് തലയും കുനിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒറ്റയിരിപ്പിരുന്നാൽ വിശപ്പറിയില്ല, ദാഹമറിയില്ല, ഉത്തരവാദിത്വങ്ങൾ വേണ്ട, എല്ലാം കൊണ്ട് ഒരുമാതിരി വല്ലാത്ത പരുവത്തിൽ നടന്നു പോകുന്നത് ഇതിലേക്കാണെന്നറിയില്ല, എവിടെ ചെന്ന് കയറുമെന്നറിയില്ല. ആകെ മനസ്സും മനസാക്ഷിയും എല്ലാം ഇതിനകത്തേക്ക് തന്നെ അങ്ങ്
കുരുങ്ങിക്കിടക്കുകയാണ്. ഇതില്ലെങ്കിൽ ആകപ്പാടെ വല്ലാത്തൊരു ഇടപാട് തന്നെയാണ്. ഭാര്യയെ സ്നേഹിക്കാൻ, ഭർത്താവിനെ സ്നേഹിക്കാൻ, കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് സഹവസിക്കുവാൻ, വീട്ടിനകത്തൊരു ആത്മസന്തോഷമുണ്ടാക്കാനൊന്നും കഴിയുന്നില്ല. എല്ലാവരും ഉള്ളംകൈയിൽ വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക സൂത്രത്തിലേക്ക് തലയും കുനിച്ചു പിടിച്ച ഒറ്റയിരിപ്പ്. വീടുകളിലേക്ക് ചെന്നാലോ ശ്മശാനമോഹമാ, ആരും ആരോടും സംസാരിക്കുന്നില്ല. എല്ലാവരും നെറ്റിനകത്തോട് എന്തൊക്കെയോ കാണുകയും കേൾക്കുകയും മറയുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. മുഖത്ത് മിന്നിമറയുന്ന വികാര ഭാവഭേദങ്ങൾ കണ്ടാൽ അറിയാം ഏതോ മസാല കൂട്ടുള്ള സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന സംഗതി. ഇവിടെ കേൾക്കുന്ന പെൺകുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങൾ, ആത്മീക ജീവികൾ ധാരാളം പേരുണ്ട്. നിങ്ങളുടെ പാസ്റ്റർമാർ ഇവിടെയുണ്ട്, നിങ്ങളുടെ ആത്മീക നേതൃത്വ നിരയിലുള്ളവരും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുഞ്ഞനുജത്തിമാരോട്, കുഞ്ഞനുജന്മാരോട്, ആത്മീക പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഈ സൂത്രം നല്ലതാ, നന്മയ്ക്കേ ഉപയോഗിക്കാവൂ. വചനവിരുദ്ധമായി ഇതിനെ ഉപയോഗിച്ച് ആത്മീയ ജീവിതത്തെ അബദ്ധത്തിൽ കൊണ്ടുപോകരുത്. കാരണം ഇത് കളയുന്ന, വല്ലാത്ത തിന്മയിലാക്കി കളയുന്ന ഒരു സംഗതിയാണ് എന്ന വസ്തുത നാം അറിയാതെ പോകരുത്. അപ്പൻ അപ്പുറത്തിരിക്കുന്നു, അമ്മ അപ്പുറത്തിരിക്കുന്നു, ഭാര്യ അപ്പുറത്തിരിക്കുന്നു, ഭർത്താവ് അപ്പുറത്തിരിക്കുന്നു. ഇപ്പുറത്ത് സ്വസ്ഥമായി കസേരയിട്ട് ഉള്ളംകൈയിൽ വെച്ച് ഈ ഡിസ്പ്ലേയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരാൾ, അപ്പുറത്ത് നിന്ന് അപ്പൻ ഒരു വിചാരം, എന്തൊന്നാ ഇവൻ രാവിലെ മുതൽ ഈ ഇരിപ്പാണല്ലോ, എന്തോന്നാണ് ഇതിനകത്ത് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത്? ഓ, ഞാൻ പഠിക്കുക പപ്പ, അസൈൻമെന്റിനുള്ളത് നോക്കുക. പാവം പപ്പ അതങ്ങ് വിശ്വസിച്ചു, പാവം അമ്മ അതങ്ങ് വിശ്വസിച്ചു. എന്തെന്നാ ചേട്ടാ എന്ന് ചോദിച്ചപ്പോൾ അത്യാവശ്യമുള്ള ഒരു കാര്യം തപ്പിക്കൊണ്ടിരിക്കുക എന്ന് ഭാര്യയോട് പറഞ്ഞു. പാവം അവൾ വിശ്വസിച്ചു. കാരണം അവൾ ഈ മൊബൈൽ ഫോണിന്റെ പിന്നാമ്പുറമേ കാണുന്നുള്ളൂ. ഇതിന്റെ ഈ മിനിമിനുത്ത പ്രതലം ഇവൻ അഭിമുഖമായിട്ട് എന്താ ഇതിലൂടെ മിന്നു പറയുന്നത്, ആരുമായിട്ടാ ചാറ്റ് ചെയ്ത്, ആർക്കാ ഫോർവേഡ് ചെയ്ത്, ആർക്കു വേണ്ടി അക്ഷരക്കൂട്ടുകൾ തയ്യാറാക്കിയത് എന്നൊന്നും അപ്പുറത്തിരിക്കുന്നവരറിയില്ല. ഒടുവിൽ സംശയം തോന്നി, മുഖത്ത് വിരിഞ്ഞ ഭാവഭേദങ്ങൾ കണ്ടിട്ട് സംശയം തോന്നിയ ആരോ, അപ്പനോ ഭാര്യയോ ചേട്ടനോ ആരോ വശത്തുകൂടെ വന്ന് ഈ ഡിസ്പ്ലേയിലേക്ക് നോക്കും എന്ന ഒരു സ്ഥിതി വന്നപ്പോൾ വിരലുകൊണ്ട് ഒറ്റ സ്പർശനം, ഒറ്റ ടച്ച് ചെയ്തപ്പോഴേക്കും ആ കണ്ട പ്രതലം മാറി. യോഹന്നാന്റെ സുവിശേഷം കയറി വരും. ടെക്നോളജിയുടെ മഹത്വമാണ്. അപ്പനെ കളിപ്പിച്ചു, അമ്മയെ കളിപ്പിച്ചു വിദഗ്ധമായി. ഭാര്യ കണ്ടില്ല, വിദഗ്ധമായി ഒറ്റ സ്പർശനം, വിരലിന്റെ ഒരൊറ്റ സ്പർശനം, സോഫ്റ്റ് ടച്ച് ചെയ്തപ്പോ കണ്ടോണ്ടിരുന്ന എന്തൊക്കെയോ ഇടപാട്, ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ തരളിതമാക്കുന്ന, മോഹപാരവശ്യത്തിലാക്കുന്ന, ഭോഗാലസത്തിന്റെ തൃഷ്ണയും ആസക്തിയും ഒക്കെ ഉതിർത്തുകൊണ്ടിരുന്ന ആ സംഗതി മാറി. ദേ കയറി വന്നത് ഇപ്പൊ യോഹന്നാന്റെ സൂചന. അപ്പൻ പാളി നോക്കിയപ്പോ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകും. അയ്യോ എന്റെ ദൈവം, എന്റെ കൊച്ചു സൂചേഷം പഠിക്കുകയാണ്. ഞാൻ വെറുതെ സംശയിച്ചു. ആ പാപം മടങ്ങി നടക്കുകയാണ്. പുറംതിരിഞ്ഞ് ആ പാവം പോയപ്പോൾ വിരലുകൊണ്ട് അടുത്ത സ്പർശനം, മറ്റേ സൂത്രം പിന്നെയും കയറി വരിക. സാംസങ്ങിന് നമോഭാഗം, ആപ്പിൾ ടെക്നോളജിക്ക് നമോഭാഗം. ആരെയും കളിപ്പിക്കാം താങ്കൾക്ക്. ഞാൻ എൻ്റെ കുഞ്ഞനുജത്തിമാരോട് പറയുക, എൻ്റെ കുഞ്ഞനുജന്മാരോട് പറയുക, വിദ്യാസമ്പന്നരാക്കാൻ 65 കഴിഞ്ഞിട്ടും നിന്റെ അമ്മയുടെയും അപ്പൻ്റെയും നെറ്റിത്തടം ഇന്നും വിയർക്കുന്നുണ്ട് കുഞ്ഞെ. നീ ചൂണ്ടിക്കാണിച്ചതെല്ലാം നിനക്ക് വാങ്ങിച്ചു തരുന്നു, വിശപ്പിക്കാതെ, നിന്നെ മറ്റുള്ളവർ കണ്ട് ആക്ഷേപിക്കാതെ, മാന്യമായത് നിനക്ക് വാങ്ങി ഉടുപ്പിച്ച് കഴിപ്പിച്ച് നിനക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുമ്പോഴാ നീ വിദഗ്ധമായി അവരെ ചീറ്റ് ചെയ്യുന്നത്, അവരെ വല്ലാതെ ചതിക്കുന്നത്. പക്ഷെ നീ അറിയാത്ത ഒരു കാര്യമുണ്ട്, അവർ ഈ മൊബൈലിന്റെ അപ്പുറത്തായിരുന്നു. നീ ഇതിന് അഭിമുഖമായിരുന്നു കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. നിന്റെ പുറകിലായിരുന്നു നിന്റെ രക്ഷകനും കർത്താവും. അവൻ കണ്ടു നീ ആരുമായിട്ടാ ബന്ധമായത്, ആരുമായിട്ടാ നീ ഒളിച്ചുകളി നടത്തുന്നത്. അവനിതെല്ലാം അറിയാമായിരുന്നു. സുഹൃത്തെ, എത്ര കാലമാ ഭാര്യയോട് ഇങ്ങനെ അബദ്ധം കാണിക്കുക? എത്ര കാലമാ ഭർത്താവിനോട് ഇങ്ങനെ അബദ്ധം കാണിക്കുക? ഒടുവിൽ ഇത് പൊട്ടിത്തകർന്ന് തരിപ്പണമായി മാറും, ഒരു സ്ഫോടക വസ്തുവായി പുറത്തു വരും. വരരുത്. കുരുങ്ങിക്കിടക്കുന്ന കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഞങ്ങൾക്കാർക്കും ആവില്ല. പക്ഷെ താങ്കളെ രക്ഷപ്പെടുത്തുവാൻ കരുത്തുള്ളൊരു കരം ഇന്നിവിടെ ഉയരുന്നുണ്ട്. അത് നസ്രനായ ക്രിസ്തുയേശുവിന്റെ, സകലത്തിനും ഉത്തരമായ ക്രിസ്തു. അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തുകയാണ് ഈ ഭാഗം. ഏതാ സുവിശേഷത്തിന്റെ ആധുനിക പ്രസക്തി എന്ന് പറയുന്നത്? ഇതാ, ദുഷ്ടലോകത്തിൽ, കുരുങ്ങിക്കിടക്കുന്ന ലോകത്തിൽ, ദുഷ്കാലത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ പര്യാപ്തമായ ഒന്നേ ഉള്ളൂ, അത് യേശുവിന്റെ സുവിശേഷമാണ്. ഇനി യേശുവിന്റെ സുവിശേഷം മഹത്വമുള്ളതാകാൻ കാരണം എന്താ? 1, 2, 3 ചിന്തകൾ വേഗേന പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. കേട്ടോണേ. യേശുവിന്റെ സുവിശേഷം ഒരു ഏകീകൃത ദൈവശാസ്ത്രം നമുക്ക് ബോധ്യമാക്കി തരുന്നു. ഏകീകൃത ദൈവശാസ്ത്രം. ചിന്തകൾ മറന്നു പോകരുത്. ഏകീകൃത ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ, ആദ്യമേ ഞാൻ പറഞ്ഞതാണ്, ചിന്തയിലൂടെ വന്നാ ഞാൻ ഇതിനകത്തേക്ക് കയറിയത്.
സുവിശേഷം നമുക്ക് നൽകി തരുന്നത് 1000 ദൈവങ്ങളെ വാരി നമ്മുടെ മുൻപിലേക്ക് ഇട്ടിട്ട് ഇഷ്ടമുള്ളതുമായി കൂട്ടുകൂടിക്കും എന്ന് പറയുന്ന ഒരു ഇടപാടല്ല സുവിശേഷം നടത്തുന്നത്. സുവിശേഷം ഒരൊറ്റ ദൈവത്തെ പരിചയപ്പെടുത്തുന്നു. താങ്കളുടെ 100 പ്രശ്നങ്ങൾക്ക് 100 ഇടങ്ങളിലേക്ക് ഓടിക്കുന്നില്ല സുവിശേഷം. എന്താ പ്രശ്നം? ശാരീരികമാണോ? അതിന് ഇന്നടത്തോട്ട് പോയേ പറ്റും. എന്താ പ്രശ്നം? മക്കൾ നിമിത്തമാണോ? ഇന്നടത്തോട്ട് പോയേ പറ്റും. എന്താ പ്രശ്നം? മാംഗല്യമാണോ? കുഞ്ഞിന്റെ കല്യാണമാണോ വിഷയം? അതിന് ഇന്നടത്തോട്ട് പോയേ പറ്റും. താങ്കളുടെ ശാരീരിക വേദന, അതിന് ഇന്നടത്തോട്ട് പോയേ പറ്റും. താങ്കളുടെ കാർഷിക പ്രശ്നമാണോ? അതിനപ്പുറത്തോട്ട് പോയേ പറ്റുള്ളൂ. ശത്രു സംഹാരമാണോ? അതിന് അങ്ങോട്ട് പോയേ പറ്റൂ. ഇങ്ങനെ 100 പ്രശ്നങ്ങൾക്ക് നമ്മളെ പലയിടങ്ങളിലേക്ക് ഓടിക്കുന്നു ഇവിടുത്തെ വേദാന്തികൾ. പക്ഷേ സുവിശേഷം നിങ്ങൾ അനുഭവിക്കുന്ന 100 പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയുന്ന ഒരൊറ്റ ദൈവത്തിന്റെ അരികിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. അതാണ് ഏകീകൃത ദൈവശാസ്ത്രം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ആ ദൈവത്തെ വേണമെന്ന്? നിങ്ങളെ കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കേക്ക് ഇങ്ങനെ ഓടിക്കുന്ന ചില ചിന്തകളും ചില തിയോളജികളുമുണ്ട്, ദൈവശാസ്ത്രങ്ങളുണ്ട്. ഓരോ പ്രശ്നങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഓരോ നേർച്ചകൾ, കാഴ്ചകൾ, അർപ്പണങ്ങൾ, തർപ്പണങ്ങൾ, തിരുനാളുകൾ, പദയാത്രകൾ, തീർത്ഥയാത്രകൾ, ഓരോന്നിനും ഓരോരോ കർമ്മ പരിപാടികൾ, ഓരോന്നിനും ഓരോരോ സ്റ്റൈലാണ്. പക്ഷെ ഇവിടെ ഇന്ന് കേട്ടോ, ഇന്ന് രാത്രി ഞങ്ങൾ അഭിമാനത്തോടെ ഇതൊരു മതത്തിന്റെ വക്താവായി നിന്ന് പറയുകയല്ല, ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ശക്തമായി പറയുക. മുമ്പോട്ട് വീണ് ചാകാൻ തയ്യാറായിട്ടായി പറയുന്നത്, ഞങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഒരൊറ്റ ദൈവമുണ്ട്. അതാണ് ഏകീകൃത ദൈവശാസ്ത്രം. ആ ദൈവവുമായിട്ട് വേണം ഇന്ന് രാത്രി മടങ്ങിപ്പോകാം. ഹല്ലേലൂയ. ആ ദൈവമാണ് ഏകസത്യ ദൈവം. ആ ദൈവം താങ്കളുടെ സകല പ്രശ്നങ്ങൾ, ശകലം പ്രശ്നമല്ല, പിന്നെ അക്ഷരം സായാണ് കേട്ടോ, ശശിയുടെ ശായല്ല, പിന്നെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകും. എന്നെ സകല ഭയങ്ങളിൽ നിന്നും, കണ്ടോ, സകലവിധ ദോഷങ്ങളിൽ നിന്നും, സർവോപരി സകല പാപങ്ങളിൽ നിന്നും പിടിപ്പിക്കാൻ, സകല അകത്യങ്ങളും പോക്കാൻ കഴിയുന്ന ഒരേക സത്യദൈവം. അതാണ് സുവിശേഷം നൽകുന്ന ഏകീകൃത ദൈവശാസ്ത്രം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. സുഹൃത്തെ, വേദപുസ്തകം വെളിപ്പെടുത്തുന്ന 2 ദൈവങ്ങളെയാണ്. 2 ദൈവങ്ങളുണ്ട് ലോകത്ത്, അത് മറന്നു പോകരുത്. ഒന്നാമത്തെ ദൈവം ഏകസത്യ ദൈവമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ ഈ പാരും അതിലുള്ള സകലതും ഉണ്ടാക്കിയ ദൈവം, അസംസ്കൃത പദാർത്ഥമില്ലാതെ തന്നെ വാക്കുകൊണ്ട് ഉളവാക്കിയവൻ. പിന്നെ തച്ചന് കുത്തിയിരുന്ന് ഉണ്ടാക്കിയത് മണ്ണിൽ നിന്ന് മനുഷ്യനെ മാത്രമോ, ബാക്കിയെല്ലാം ഉണ്ടാകട്ടെ, ജനിക്കട്ടെ, പറക്കട്ടെ, കൂടട്ടെ, വാഴട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടായത്. ആ വാക്കിലടക്കം ചെയ്ത ശക്തിയുടെ സവിശേഷത കൊണ്ട് അവയൊക്കെ രൂപപ്പെടുകയായിരുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടാക്കി. എന്നിട്ട് ഇതെല്ലാം അനുഭവിക്കാൻ മനുഷ്യനെ കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കി. ആ ദൈവമാണ് ഒന്നാമത്തെ ദൈവം. മനസ്സിലായില്ലേ? ആ ദൈവം വിശുദ്ധി ഇഷ്ടപ്പെടുന്നു. ആ ദൈവം നീതി, സത്യം, ധർമ്മം, ന്യായം ആദിയായത് ഇഷ്ടപ്പെടുന്നു. ആ ദൈവത്തിന് കള്ളു വേണ്ട, ആ ദൈവത്തിന് മുറുക്കം വേണ്ട, ആ ദൈവത്തിന് യാതൊരു തിന്മകളും വേണ്ട, ആ ദൈവത്തിന് രക്തം വേണ്ട, ആ ദൈവത്തിന് താങ്കളുടെ പ്രതികാര നടപടി വേണ്ട. ആ ദൈവം ആരെങ്കിലും കൊന്നിട്ട് എന്നാൽ പ്രസാദിക്കുന്നവനല്ല. ആ ദൈവം താങ്കൾ 10 പേരുടെ തല കണ്ടിച്ചിട്ട് എന്നാൽ സുവർക്കം തരുന്ന ദൈവമല്ല. ആ ദൈവം താങ്കൾ അപകരിച്ചതിന്റെ പങ്ക് പറ്റിയിട്ട് താങ്കളെ ആശീർവദിക്കുന്ന ദൈവമല്ല. ഇനിയിട്ട് വാരി പൊതുജനം അനുഭവിക്കേണ്ടത് കീശ വീർപ്പിച്ച് ഇവിടെ മുതലാളിയായപ്പോൾ താങ്കളുടെ പ്രസാദവും താങ്കളുടെ നന്മകളും ഏറ്റെടുക്കുന്ന ദൈവമല്ല. ദൈവം ഈ ഞാൻ പറഞ്ഞ ദൈവമുണ്ടല്ലോ, സത്യദൈവമാകിയാൽ വിശുദ്ധിയിൽ ഭയങ്കരനായി നിൽക്കുന്നവനാണ്. മനുഷ്യന്റെ തിന്മയ്ക്ക് നിൽക്കാത്ത ഒരു ദൈവം, അതാണ് സത്യദൈവം. പക്ഷേ രണ്ടാമതൊരു ദൈവം, ഞാൻ ഈ 2 ദൈവങ്ങളെ പരിചയപ്പെടുന്ന ഇഷ്ടമുള്ളവരുമായിട്ട് കൂട്ടുകൂടിക്കണമെന്നുള്ളതാണ്. 2 ദൈവങ്ങളെ പരിചയപ്പെടുന്ന ഓപ്ഷൻസ് 2 എണ്ണമാണ്. ഒന്ന് ഏകസത്യ ദൈവം, രണ്ടാമതൊരു ദൈവമാണ്. ഏകസത്യ ദൈവം എന്നുള്ളതിന് വാക്യങ്ങൾ ഇഷ്ടം പോലെ. മുമ്പേ ഞാൻ പറഞ്ഞു യോഹന്നാൻ 17:3, ആവർത്തനം 7:9, 1 തെസ്സലോനിക്കർ 1:9, 1 യോഹന്നാൻ 5:20. അങ്ങനെ പറഞ്ഞു പോയാൽ എങ്ങനെ കിട്ടാനല്ലേ? ഒന്നുകൂടെ പറയാൻ നിർത്തി. എഴുതാൻ തുനിഞ്ഞു ആരുണ്ടൊക്കെയോ, പക്ഷെ ഞാനിങ്ങനെ ഓടിച്ചു പറഞ്ഞപ്പോൾ അവർ സ്റ്റക്കായി. അതുകൊണ്ട് ഒന്നുകൂടെ പറയാം. 1 യോഹന്നാൻ 17:3, ഏകസത്യ ദൈവമായി നിന്നെ അറിയുന്നത് തന്നെ ദൈവം നിത്യജീവനാകുന്നു എന്ന് പറയുന്നു. അടുത്തത് ആവർത്തനം 7:9, അവിടെ പറയുന്നു യഹോവയോ സത്യദൈവം. അടുത്തത് യിരെമ്യാ 10:10, യഹോവയോ സത്യദൈവം, അവൻ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയിരിക്കുന്നു. പുതിയ നിയമത്തിലെ വാക്യമാണ്. 1 തെസ്സലോനിക്കർ 1:9, സത്യദൈവത്തെ സേവിക്കണം. ഉണ്ടോ? സത്യദൈവത്തെ സേവിക്കണം. 1 തെസ്സലോനിക്കർ 1:9. അടുത്ത 1 യോഹന്നാൻ 5:20, അവൻ സത്യദൈവത്തെ വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി വന്നു. കണ്ടില്ലേ? അപ്പൊ ഈ വാക്യങ്ങളിലെല്ലാം ദൈവമെന്നല്ല, പിന്നെ എങ്ങനെയുള്ള ദൈവം? സത്യദൈവം. ആ ദൈവമാണ് എന്റെ ദൈവമെന്ന് ബോധ്യമുള്ളവർ കർത്താവിനെ സ്തുതിച്ചേ. ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പുറകെ പോയി ജന്മം പാഴാക്കല്ലേ സുഹൃത്തെ. താങ്കൾ ആരാധിക്കുവാൻ ഈ സത്യദൈവത്തെ തന്നെ അറിഞ്ഞോണം. ഞാൻ 5 കാര്യങ്ങൾ പറയും സത്യദൈവവുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ കേൾക്കാനും കുറിക്കാനും പഠിക്കാനും താല്പര്യമുള്ളവരായതുകൊണ്ട് സമയം തീരാറായി എങ്കിലും ഈ 5 ചിന്തകൾ മറക്കരുത്. സത്യദൈവവുമായി ബന്ധപ്പെട്ട 5 കാര്യങ്ങൾ സകലരും അറിഞ്ഞേ പോകാവൂ. 1,
സത്യദൈവത്തെ അറിയണം. ടു നോ ഹിം എന്നതാണ് അറിയണം. ആയുഷ്കാലം മുഴുവനും ആ ദൈവത്തെ അറിയേണ്ടതിന് വേണ്ടി മാറ്റിവെച്ചോണ്ട് ഒരു പുരുഷായുസ് കൊണ്ട് പഠിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു സിലബസ് അല്ല സത്യദൈവം. സത്യദൈവത്തെ അറിയാൻ മനസ്സ് വയ്ക്കുമ്പോൾ അവൻ തന്റെ വെളിപ്പാടിനാൽ നമുക്ക് ബോധ്യമാക്കി തരും. ആരാ സത്യദൈവം, എന്താണ് അവന്റെ സ്വഭാവങ്ങൾ, എന്താണ് വിധികൾ, എന്താണ് ചട്ടങ്ങൾ, എന്താണ് പ്രമാണങ്ങൾ, എന്താണ് കൽപ്പനകൾ, ഇതൊക്കെ ബോധ്യമാക്കി തരും. ആ ദൈവത്തെ അറിയാൻ നമ്മൾ താല്പര്യം കാണിച്ചേ പറ്റൂ. 2, ആ ദൈവത്തെ അനുസരിക്കണം. അറിഞ്ഞവർ മുഴുവനും ആ ദൈവത്തെ അനുസരിക്കണം. അവന്റെ പ്രമാണങ്ങൾ അനുസരിക്കണം. പുറംതിരിഞ്ഞു പോകരുത്. വിനയപ്പെട്ട് എളിമപ്പെട്ട് താഴ്മപ്പെട്ട് സൗമ്യതയുടെ ശാന്തതയുടെ സ്വഭാവം വരുന്നത് പ്രമാണങ്ങളെ അനുസരിക്കണം. അപ്പൊ 1 എന്തോ ചെയ്യണം? അറിയണം. 2 എന്തോ ചെയ്യണം? അനുസരിക്കണം. 3, ആ ദൈവത്തെ മാത്രം ആരാധിക്കണം. ആരാധനയാണ് ആയില തുടങ്ങുന്നത്. അതുകൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. അറിയണം 1, 2 അനുസരിക്കണം, 3 ആരാധിക്കണം. വാക്യം അറിയാമോ? ഓർമ്മ വരുന്നുണ്ടോ? നിന്റെ ദൈവമായ കർത്താവിനെ, ബാക്കി പറ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ആ മാത്രം എന്ന പദത്തിനടിയിൽ അവർ കൊടുക്കേണ്ടത്. പലതിനെയും ചിലതിനെയും ആരാധിക്കുന്ന കൂട്ടത്തിൽ ദൈവമായ കർത്താവിനെയും കൂടെ ആരാധിച്ചോ? നോ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ. അവൻ തന്നെ ആരാധ്യൻ. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? ചിലക്ക് പറ്റുന്ന കുഴപ്പം എന്താണെന്നറിയാവും? ആരാധ്യനാണെന്ന് പറഞ്ഞ് ആരെങ്കിലും കാണിച്ചു തരുന്നതിന് എല്ലാം ആരാധിക്കും. അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ നിൽക്കുന്നു, അവിടെയും വണങ്ങി, അവിടെ ആരാധിച്ചു, അവിടെ ഏതാണ്ട് കൊടുത്തു. ഇങ്ങോട്ട് വന്നപ്പോൾ വേറൊന്നും ഇവിടെ നിൽക്കുന്നു, അവിടെയും ആരാധിച്ചു, അവിടെയും കൊടുത്തു. വളവ് തിരിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ വേറൊരു രൂപത്തിൽ വേറൊന്നും അവിടെ നിൽക്കുന്നു, അവിടെയും ആരാധിച്ചു. ഇതെല്ലാം കഴിയുമ്പോഴാണ് ആന്റണി പാസ്റ്ററുടെ സഭയുടെ അടുത്ത് വരുമ്പോൾ അവിടെ പാട്ട് തുടങ്ങിയതുള്ളൂ. എന്നാൽ പിന്നെ ഇവിടെ ആരാധിച്ചേക്കാം. ഇങ്ങനെ വരുന്ന വഴിക്കെല്ലാം കണ്ടതിനെ ആരാധിച്ച് കുമ്പിട്ട് നമസ്കരിച്ച് വണങ്ങി കൊടുത്തും കൊണ്ടും ഉരുണ്ടും പെരണ്ടും കത്തിച്ചും അണച്ചും ഒഴിച്ചും ഒക്കെ നടക്കുന്ന ഈ അവിയല് പരുവമുണ്ടല്ലോ, അനുഗ്രഹത്തിന് പകരം തിന്മ വരുത്തി വെക്കും, ശാപം വരുത്തി വെക്കും. ഇന്ന് രാത്രി സത്യതയും ആരാധ്യൻ ആരാണെന്ന് വെളിപ്പാട് പ്രാപിച്ചേ പോകാവൂ. നിന്റെ ദൈവമായ കർത്താവിനെയും ആരാധിക്കാനല്ല, പിന്നെ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. എത്ര പേർക്ക് സ്വതന്ത്രം പറയാൻ പറ്റും? ആരാധ്യൻ യേശു മാത്രം, ആരാധ്യൻ സർവശക്തൻ മാത്രം, ആരാധ്യൻ സത്യദൈവം മാത്രം എന്നുറപ്പുള്ളവരെ കരം അടിച്ച് അല്പസമയം ഒന്ന് ആരാധിച്ചേ കർത്താവിനെ. മിണ്ടാതിരിക്കേണ്ടതില്ല. ഈ ശബ്ദവീതികൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ ആത്മീയ ചിന്ത ബോധ്യമായെങ്കിൽ സത്യദൈവമായ ആരാധ്യനായ ഏകരക്ഷിതാവായ ഏക സത്യദൈവമായ എന്നെ നിങ്ങളെ പ്രാണന പരമാധികാരമുള്ളവൻ, ആരാധനയ്ക്ക് യോഗ്യൻ. നിന്നെ തീച്ചുള്ളിലേക്ക് തള്ളിയാലും വെള്ളത്തിൽ മുക്കിയാലും കത്തിച്ചു കളഞ്ഞാലും വെട്ടി തുണ്ടമാക്കി മാറ്റിയാലും തൻ്റെ ഇടത്തോടെ പറയണ എന്റെ കർത്താവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ സത്യദൈവത്തിന്റെ വെളിപ്പാട് കിട്ടി ആരാധനയ്ക്ക് വന്നവരെയൊക്കെ തിരിച്ചു പിടിക്കാൻ ഒരു പരിപാടി നടത്തിയായിരുന്നല്ലോ. വീട്ടിലേക്ക് പോരെ. അങ്ങനെ വീട്ടിലേക്ക് പോരെ എന്ന് പറഞ്ഞപ്പോ ചിലരൊക്കെ അങ്ങ് പോയി. ഞങ്ങളൊക്കെ ചിലരെ തിരിച്ചു പിടിച്ചെന്ന് പറഞ്ഞ് ഭയങ്കര ആഘോഷമായിരുന്നു. ഇവര് വന്നപ്പോ മുതൽ ഞങ്ങൾക്കും തലവേദനയായിരുന്നു. എങ്ങനെങ്കിലും ഒന്ന് പോയി കിട്ടണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേ കറുവാപ്പസി വന്നു. അങ്ങനെ കൊള്ളാത്തതെല്ലാം അങ്ങ് പോയി. ഇപ്പൊ നല്ലതേ ഉള്ളു കൂട്ടത്തിൽ. പോയതിനോടൊന്നും ഞങ്ങൾക്ക് സങ്കടമില്ല. അവരിറങ്ങിക്കഴിഞ്ഞപ്പോ വേറെ ചിലത് വന്നു. സഭ അങ്ങ് സന്തോഷമായി. ഇപ്പൊ എത്ര പേർക്ക് മനസ്സിലായി സംഭവം? ഹല്ലേലൂയ. അവിടെ തീൻതുടി തെങ്ങുന്തൈ തരം മംഗളമടക്ക ഒരു ചാക്ക് വളം, താറാക്കുഞ്ഞ്, കോഴിക്കുഞ്ഞ്, വേണ്ടി വന്നാൽ വളർത്താൻ പറ്റുമെങ്കിൽ ആനക്കുഞ്ഞിനെ വരെ തരാം. പക്ഷെ ഒറ്റ വ്യവസ്ഥയാണ്, അവിടം വിട്ടിറങ്ങി വരണം. ഇത് കേട്ടപ്പോൾ താറാക്കുഞ്ഞ്, കോഴിക്കുഞ്ഞ്, ആട്ടുംകുഞ്ഞ്, എരുമക്കുഞ്ഞെന്നൊക്കെ കേട്ടപ്പോൾ തമ്പേറും പുൽപ്പായും പാസ്റ്ററേയും വിശ്വാസികളെയും വേദപുസ്തകവും കളഞ്ഞിട്ട് ആട്ടിൻകുട്ടിൻ്റെ പുറകെ പോയവരൊക്കെ അതൊക്കെ സന്തോഷമായ കാര്യമാണ്. പൊയ്ക്കോട്ടെ. ആടും കോഴിയും താറാവും തീൻതുടി മംഗളമടയ്ക്ക തെങ്ങുന്തയുമായി പൊയ്ക്കോട്ടെ. പക്ഷെ ഞങ്ങൾക്കതിലപ്പുറം വേറൊന്നുണ്ട്. നിത്യത, 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 നിത്യത. നിത്യത എന്നൊന്ന് പറഞ്ഞേ ഇന്ന് രാത്രി വായി കൊണ്ട്. നിത്യത എന്നൊന്ന് പറഞ്ഞേ. വേദപുസ്തകത്തിൽ ഒത്തിരി പദങ്ങളുണ്ടെങ്കിലും ഏറ്റവും നീളമുള്ളൊരു പദം നിത്യത എന്നുള്ളതാ. ഒടുക്കമില്ലാത്ത ഒരു പ്രയോഗമാണ് നിത്യത. ഞങ്ങൾ ഇതെല്ലാം വിട്ടിറങ്ങി വന്നത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. മനസ്സിലാകുന്നുണ്ടോ? പേര് വെട്ടിയാൽ തരാമെന്ന് പറഞ്ഞു. പേര് വെട്ടി മാറ്റിയാൽ തരാമെന്ന് പറഞ്ഞത് കേട്ടോണ്ട് ചിലരിറങ്ങി. അവരുടെ പേര് മേളി വെട്ടി. ഞങ്ങളുടെ പേര് ഇപ്പോഴും മേളിൽ വെട്ടിയിട്ടില്ലാത്തത് കൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ആവേശത്തോടെ നിൽക്കുക. അതുകൊണ്ട് പട്ടിണിയില്ല, അതുകൊണ്ട് പൈതാഹമൊന്നുമില്ല. അന്നൊന്നു വേണ്ടുന്നതെല്ലാം നൽകി പുലർത്തുന്ന ഒരാരാധ്യൻ. ആ ആരാധ്യനെ മറന്നുപോകല്ലേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ 1 അറിയണം, 2 അനുസരിക്കണം, 3 ആരാധിക്കണം, 4 കേട്ടോണേ ആശ്രയിക്കണം. ഭുജബലത്തിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, മനുഷ്യരിൽ ആശ്രയിക്കരുത്, സ്വന്തം കീശയിൽ ആശ്രയിക്കരുത്. ആശ്രയിക്കുന്നത് ദൈവത്തെ ആകണം. ഇന്ന് രാത്രി എന്നെ പാർക്കിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും
പോകാൻ ആവേശം കാട്ടിയും ഒക്കെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒറ്റ വഴി യഹോവയിൽ ആശ്രയിക്കും. കർത്താവ് നിന്റെ വഴികളെ നേരെയാക്കും. കർത്താവ് നിന്റെ പ്രശ്നങ്ങളെ മാറ്റും. നിന്റെ മുൻപിലുള്ള തടസ്സങ്ങളെ കർത്താവ് മാറ്റും. നിന്റെ മുമ്പിൽ ഉയർന്നിരിക്കുന്ന ചില പർവ്വതങ്ങളുണ്ട്, അതിനെ കർത്താവ് ഇടിച്ച് നിരത്തിക്കോളും, സമഭൂമിയാക്കി മാറ്റിക്കോളും. നിന്നെ സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയില്ല, പക്ഷെ അതിന് മീതെ വ്യാപരിക്കുന്ന ഒരു കർത്താവുണ്ട്. നീ ആശ്രയിക്കേ. നിന്നെ ഒരു ഓപ്പറേഷൻ ഇല്ലാതെ വാൽവിന്റെ പ്രശ്നങ്ങൾ, കിഡ്നിയുടെ പ്രശ്നം, ആന്റി യൂട്രസിന്റെ പ്രശ്നം, ഒരു കുഞ്ഞില്ലെന്നുള്ള നിന്റെ പ്രശ്നം, അതിനെ ആശ്രയിക്കാൻ പറ്റിയ ഒരുവനെ ഞാൻ പരിചയപ്പെടുത്തുന്നു. കർത്താവ് തന്നെ. അവനെ മാത്രം ആശ്രയിച്ചോണം. ഹല്ലേലൂയ. രാത്രി തീരുമാനമെടുത്തു പോകണം. അപ്പൊ അറിയണം, അനുസരിക്കണം, ആരാധിക്കണം, ആശ്രയിക്കണം. അഞ്ചാമത്തെ ഘട്ടമാണ് അനുകരിക്കണം ഈ ദൈവത്തെ. എന്തോ ഇതേ പറ്റൂ, അനുകരിക്കണം. എഫെസർ 5:1 ഇങ്ങനെ പറയുക, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ എന്തോ ചെയ്യണം. ദൈവത്തെ അനുകരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ മോനെ? ദൈവത്തെ അനുകരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം സർവശക്തനാ, ആർക്കെങ്കിലും അനുകരിക്കാൻ പറ്റൂ? ദൈവം നിത്യനാ, ആർക്കെങ്കിലും അനുകരിക്കാൻ പറ്റൂ? ദൈവം സർവജ്ഞാനിയാ, ആർക്കെങ്കിലും അനുകരിക്കാൻ പറ്റൂ? അപ്പൊ അതൊന്നും നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. പക്ഷെ വചനം പറയുന്നു അനുകരിക്കണം. എന്തോ അനുകരിക്കണ്ടേ? ദൈവം പറയുന്നു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായേ പറ്റൂ. ദൈവത്തിന്റെ വിശുദ്ധി അനുകരിക്കണം കേട്ടോ. ദൈവത്തിന്റെ സ്നേഹം നാം അനുകരിക്കണം. ഞാൻ സ്നേഹം, ദൈവം സ്നേഹം തന്നെ. അതുകൊണ്ട് നാം അവൻ സ്നേഹിച്ച പോലെ എന്തോ ഇതേ പറ്റൂ. വിദ്വേഷം വേണ്ട, വിഭാഗികത വേണ്ട, വിമർശനം വേണ്ട, വിരോധം വേണ്ട, തമ്മിൽ തല്ല് വേണ്ട. അടിമടിയിൽ കടാര എടുത്ത് കള, അടിമടിയിലെ മുളക് പൊടിയെടുത്ത് കള സുഹൃത്തെ. ആരാണ്ടത് തലക്കിട്ടതല്ല, നീ കയ്യെ പിടിച്ചിരിക്കുന്ന മുള വടിയെടുത്ത് കള. നിന്റെ മുള വടിയും പിന്നെ അടിയിലെ മുളക് പൊടിയും ഇതെല്ലാമായിട്ട് നീ ഇങ്ങനെ നടക്കുന്നത്. ആർക്ക് വേണ്ടി? ആരെ ഒതുക്കാൻ, ആരെ തടയാൻ, ആരെ ഉപരോധിക്കാൻ? സ്നേഹം എന്താണെന്ന് പഠിക്കാദ്യം. ദൈവത്തെ അനുകരിക്കുന്നവൻ സ്നേഹമുള്ളവനാണ്. അവൻ കൊല്ലാനും തല്ലാനും വെട്ടാനും തുണ്ടമാക്കാനും നിൽക്കുന്നവനല്ല. അവൻ ഉപരോധിക്കാൻ നിൽക്കുന്നവനല്ല. അവൻ സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ നിൽക്കുന്നവനാണ്. ജാതിയുടെയും മതത്തിന്റെയും കുലത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ തമ്മി തല്ലി തകർന്ന് താരിപ്പണമാകുന്നതൊക്കെ സ്നേഹമില്ലായ്മയാ. സ്നേഹമില്ലായ്മ ആരുടെയാണെന്നറിയാമോ? ഞാൻ പറയാൻ വരിക, സത്യദൈവം അവനെ അവൻ സ്നേഹമായിരിക്കുന്നത് പോലെ നാം സ്നേഹമാകണം. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നാം വിശുദ്ധരാകണം. ദയ, കരുണ ആദിയായതെല്ലാം അവനിലുണ്ട്. മനസ്സിലുള്ളതൊക്കെ അവനിലുണ്ട്. അത് നമ്മിലേക്ക് പകരണം. അപ്പൊ ഈ സ്വഭാവങ്ങളെ നമ്മൾ എന്തോ ചെയ്യേണ്ടത്? അനുകരിക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ദൈവം ആരെന്ന് മനസ്സിലായി. ഇനി രണ്ടാമതൊരു ദൈവമുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 4:4 2 കൊരിന്ത്യർ 4:4 ഇങ്ങനെയാണ് പറയുക, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ എന്തോ ചെയ്യുന്നു? 2 ദൈവമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് സത്യദൈവമാണ്, 2 ഈ ലോകത്തിന്റെ ദൈവം. സത്യദൈവത്തിന്റെ വിശേഷതകൾ ഞാൻ പറഞ്ഞു. പക്ഷെ ഈ ലോകത്തിന്റെ ദൈവം അതാരാ? സാത്താൻ. അതാരാ? അന്ധകാര ശക്തി. അതാരാ? ഇബ്ലീസ്, പിശാച് എന്നൊക്കെ അറിയപ്പെടുന്ന തിന്മയുടെ അശുദ്ധ തത്വം. സകല കൊള്ളരുതായി മകളുടെ കൊള്ളിവെപ്പിന്റെ, കൊലപാതകങ്ങളുടെ, അക്രമത്തിന്റെ, അനീതിയുടെ, തമ്മിത്തല്ലും കൊലപാതകങ്ങളുടെ, വെട്ടിനിരത്തലിന്റെയും എല്ലാം പിന്നിലെ പ്രചോദന ശക്തി. ഇവിടെ കൊലപാതകം ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി പോലീസ് അശ്രാന്ത പരിശ്രമം ചെയ്തു. ചിലരെയൊക്കെ അടിച്ചു പിടിച്ച് അകത്താക്കിയിട്ടുണ്ട്. ചിലരൊക്കെ പിടികിട്ടപ്പുള്ളിയായി അങ്ങനെ പുറത്തുമുണ്ട്. സത്യത്തിൽ നമ്മൾ ഈ അടിച്ചു പിടിച്ചവരും സെല്ലിലാക്കിയവരൊന്നുമല്ല യഥാർത്ഥ പ്രതികൾ. പിന്നെ ആരാ യഥാർത്ഥ പ്രതി? അവനെ കൊണ്ട് ഇത് ചെയ്യിച്ച ഒരു പ്രതിയുണ്ട്. അവനെ കൂട്ടിലാക്കാൻ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റിനും പറ്റില്ല. ഇവിടെ 58 വെട്ടി കൊന്നതും 18 വെട്ടി തട്ടിക്കളഞ്ഞതും 31 വെട്ടി വീരസ്യം കാണിച്ചതൊക്കെ ഒരു സാധാ മനുഷ്യനാണ്, ഒരു കൂലിത്തല്ലുകാരനാണ്, ഒരു പ്രതികാരദാഹിയ. പക്ഷെ അവനെ കൊണ്ട് ഇത് ചെയ്യിച്ച ഒരു മുതലാളിയുണ്ട്. അതാരാന്നറിയാമോ? വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഈ ലോകത്തിന്റെ ദൈവമായി പിശാച്. അവനാ കാപാലികതയുടെ അങ്ങേയറ്റം, അവനാ നരാധമത്വത്തിന്റെ പ്രചോദനം, അവനാ കള്ളിന്റെയും കഞ്ചാവിന്റെയും ലഹരി പദാർത്ഥത്തിന്റെയും ഒക്കെ പിന്നിലെ പ്രചോദന ശക്തി. അവനാ മനുഷ്യനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്, അവനാ പെണ്ണിനെ പിഴപ്പിക്കുന്നത്, അവനാ പുരുഷനെ അതപ്പതിപ്പിക്കുന്നത്. കണ്ടോ, ദേശത്ത് സമാധാനം ഇല്ലാതാക്കുന്നത് ഈ പിശാച്. അവനെ അറസ്റ്റ് ചെയ്യാൻ കരുത്തുള്ള ഒരു ഡിപ്പാർട്ട്മെന്റും ഇല്ല. അങ്ങ് ഉന്നത തലം മുതൽ അഴിച്ചുപണി നടത്തിയാലും പിശാചിനെ അറസ്റ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല. ഈ ലോകത്തിന്റെ ദൈവത്തെ അറസ്റ്റ് ചെയ്ത് 1000 ആണ്ട് റിമാൻഡ് ചെയ്യാൻ കരുത്തുള്ള ഒരുവൻ ഇറങ്ങി വരാൻ പോവുക. അതാ സുവിശേഷത്തിന്റെ മഹത്വം. മനസ്സിലായോ? ദുഷ്ടശക്തി, അന്ധകാര വ്യാപാരങ്ങൾ. ഞാനിത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പല്ലിടിച്ച് കാട്ടി ഇരുട്ടിന്റെ മറവിൽ ഇറങ്ങി കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വല്ലാതെ വെല്ലുവിളിക്കുന്ന ദുഷ്ട പിശാചിനെ കുറിച്ച് ഞാൻ പറയുന്നത്. അവനെ അറസ്റ്റ് ചെയ്ത് 1000 ആണ്ട് ഇരുട്ടിന്റെ ഞങ്ങളയിട്ട് അധമപാതാളത്തിൽ സൂക്ഷിക്കാൻ കരുത്തുള്ള ഒരുവൻ ഇറങ്ങി വരാൻ പോകുന്നു. അവൻ ബലശാലിയായി വരും. The government shall be upon his shoulder. ആധിപത്യം അവന്റെ തോളിലിരിക്കും. മനസ്സിലായില്ലേ? ആധിപത്യം വഹിക്കാൻ കരുത്തുള്ള ഒരുവൻ. അവന്റെ പേരാ ഞങ്ങൾ പറയുന്ന യേശു. ഒന്ന് പറഞ്ഞേ, യേശു എന്നൊന്ന് പറഞ്ഞേ, ക്രിസ്തു യേശു എന്നൊന്ന് പറഞ്ഞേ.
യേശു ക്രിസ്തു എന്ന് പറഞ്ഞേ. കർത്താവായ യേശു ക്രിസ്തു എന്ന് പറ. അവനാണ് ഇറങ്ങി വരാൻ പോകുന്നത്. ഈ രാജ്യം അവൻ ഭരിക്കും, ഈ ലോകം അവൻ ഭരിക്കും. യെശയ്യാവെന്ന പ്രവാചക വരേണ്യൻ പറയുന്നു, the government shall be upon his shoulder എന്ന് പറഞ്ഞാൽ ആധിപത്യം അവന്റെ തോളിലിരിക്കും. യേശു ആധിപത്യം വഹിക്കാൻ പോവുക. അപ്പൊ രണ്ട് ദൈവങ്ങളെ മനസ്സിലായോ? ആ രണ്ട് ദൈവങ്ങളിൽ സത്യദൈവത്തെ അറിയണം, ഈ ലോകത്തിന്റെ ദൈവത്തോട് അകന്നു നിൽക്കണം, ചെറുത്തു നിൽക്കണം, അവന്റെ പ്രവൃത്തി പദ്ധതികളോട് ചെറുത്ത് നിൽക്കാൻ അഭിഷേകത്തിന്റെ കരുത്ത് പ്രാപിക്കണം. സുഹൃത്തെ, താങ്കളെ മദ്യപിപ്പിക്കുന്ന, താങ്കളെ കൊലപാതകത്തിന്റെ പ്രേരണ തരുന്ന, വല്ലാത്ത തിന്മയുടെ നിയോഗങ്ങൾ തരുന്ന, അവരനോട് അസൂയ വളർത്തുന്ന, അവരൻ്റേത് അടിച്ചു മാറ്റി അവന്റെ നെഞ്ചകത്ത് കാലുചവിട്ട് നിന്ന് അട്ടഹാസം മുഴക്കുവാൻ താങ്കളെ പ്രേരിപ്പിക്കുന്നത് സത്യദൈവമല്ല, പിന്നെ ഈ ലോകത്തിന്റെ ദൈവമായ ദുഷ്ടപിശാചാണ്. ഭാര്യയെ തല്ലാൻ, അവളെ തടയാൻ, അവൾക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാതിരിക്കാൻ, ജനിപ്പിച്ച തലമുറയുടെ ഉത്തരവാദിത്വമില്ലാതെ പോകാൻ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് കിട്ടുന്ന അധ്വാനത്തിന്റെ വിഹിതം വല്ല ഷാപ്പിലും കൊണ്ട് കളയാൻ, ഒടുവിൽ വഴിയറിയാതെ ഉഴറി എവിടെങ്കിലും വീണ് തങ്ങളുടെ മോന്ത പട്ടി നക്കുന്ന തരത്തിലേക്ക് താങ്കളെ ആദപ്പതിപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ ദൈവമാ. ഇന്ന് രാത്രി അവനുമായിട്ടുള്ള ബന്ധം വിട്ടിട്ട് സത്യദൈവത്തിലേക്ക് ചുവട് മാറ്റിക്കോണം. അതിനാണ് ആന്റണി പാസ്റ്റർ ടീമും കൂടെ ഈ 3 രാത്രികളിൽ ഇവിടെ നിന്ന് കരഘോഷം മുഴക്കുന്നത്, ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ സുവിശേഷം ഏകസത്യ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു ഏകീകൃത ദൈവശാസ്ത്രം. ബാക്കിയുള്ളത് നീട്ടിപ്പരത്തി പറയാൻ നേരമില്ല. സുവിശേഷത്തിന്റെ വസ്തുതകൾ ഇങ്ങനെ പറയാൻ ഒത്തിരി സമയം വേണം. അടുത്ത 2 ചിന്തകൾ ഞാൻ പറഞ്ഞു വിടാം. ഇനി എന്നെങ്കിലും ഗാന്ധി പാർക്ക് വഴി വരുമെങ്കിൽ ബാക്കി പറയാം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തേത് ഒരു ക്രമീകൃത രക്ഷാ പദ്ധതി സുവിശേഷത്തിന്. ക്രമീകൃത രക്ഷാ പദ്ധതി എന്ന് പറഞ്ഞാൽ കാശുള്ളവന് കാശ് കൊടുത്ത് രക്ഷയും, കാശില്ലാത്തവന് ദേഹദണ്ഡനം കൊണ്ട് രക്ഷയും. അതല്ല സുവിശേഷത്തിന്റെ ഇടപാട്. സകല ആളുകളും വിശ്വസിക്കുന്നതിലൂടെ രക്ഷ, അത് സുവിശേഷത്തിന്റെ മാത്രം മഹത്വമാണ്. കാശുള്ള വമ്പൻ താരങ്ങൾ കാശ് മുടക്കി രക്ഷ പ്രാപിക്കാൻ പോകുന്നു. കാശില്ലാത്തവൻ ദേഹദണ്ഡനം, അവന്റെ കീശയിൽ കാശില്ല, അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് രക്താർപ്പണം. കാശുള്ളവൻ കീശയിൽ നിന്ന് ധനാർപ്പണം. ഇത് രണ്ടുമില്ലാത്ത വ്യക്തി, ആരോഗ്യമില്ലാത്തവൻ വായിൽ നിന്ന് സ്തോത്രാർപ്പണം. അങ്ങനെ വ്യത്യസ്ത ഇടപാടുകളൊന്നുമില്ല. കണ്ടില്ലേ? സുവിശേഷം വെളിപ്പെടുത്തുന്ന രക്ഷാപദ്ധതി എന്താണെന്നറിയാമോ? അവനിൽ വിശ്വസിക്കുന്ന ഏവനും. അപ്പോസ്തലപ്രവൃത്തി 10:43 പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും. ഏവനെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള സകല ജാതി മത ഗോത്ര വർണ്ണ വർഗങ്ങളും അവനിൽ വിശ്വസിക്കുന്ന ഏവനും. കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, അമേരിക്കക്കാരനോ, ആഫ്രിക്കക്കാരനോ, ഇന്തോനേഷ്യക്കാരനോ, ഇന്ത്യക്കാരനോ, ആദിവാസിയോ, അവസാനവാസിയോ, ഗ്രാമവാസിയോ, പട്ടണവാസിയോ, അങ്ങ് വനവാസിയോ, ആരുമായിക്കൊള്ളട്ടെ, യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷ സൗജന്യമാണ്. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ഞാനങ്ങ് താഴേക്കടയിലുള്ളതാ. ഞാനങ്ങ് ലെപ്സൻ ഗ്രാൻഡ് വാങ്ങിച്ച് പഠിച്ചതാണ്. ഞാൻ സർക്കാരിന്റെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്നതാണ് എന്നൊന്നും പറഞ്ഞ് നീ അപകർഷതാബോധത്തിന്റെ കമ്പിളി പുറച്ച് പുറകോട്ട് മാറണ്ട. ഒരു മനുഷ്യനാണെന്ന് ബോധമുണ്ടോ? താങ്കൾ രക്ഷിക്കാൻ കരുത്തുള്ള ഒരുവനായ യേശു, അവനിൽ വിശ്വസിക്കുന്നവന് രക്ഷ. അവൻ ക്രമീകൃതമായ രക്ഷാശാസ്ത്രമാണ് സുവിശേഷത്തിന്റെ മഹത്വം. ഒരെണ്ണം കൂടെ പറഞ്ഞു നിർത്താം. ഏറ്റവും പ്രത്യാശ നിർഭരമായൊരു ഭാവി ശാസ്ത്രം, ഭാവി പ്രത്യാശ സുവിശേഷം നൽകുന്നു. എന്താ സുവിശേഷത്തിന്റെ ഭാവി പ്രത്യാശ? വേറൊന്നിൽ വിശ്വസിച്ച് താങ്കൾ ഉറച്ചു നിൽക്കുന്നു. താങ്കളോട് എന്റെ ചോദ്യം ഇതാ, എത്ര കാലം? താങ്കളുടെ മരണം കഴിഞ്ഞ ബാക്കി എന്തായിരിക്കുമെന്ന് അറിയാമോ? പക്ഷെ സുവിശേഷം വിശ്വസിക്കുന്നവരോട് ചോദിക്കേ, മരണത്തിനപ്പുറം എന്തോ ഉണ്ട്? അവനിൽ വിശ്വസിച്ചത് കൊണ്ട് എനിക്കൊരു ജീവിതമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അക്കാര്യം? യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും, ഉറച്ചു പറയാ കാര്യം, യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എങ്ങനെ ജീവിക്കും? 99 വയസ്സായി മരിച്ചുപോയി, യേശുവിൽ വിശ്വസിച്ചിട്ടാ മരിച്ചേ. ജീവിച്ചു വരുന്നത് 99കാരൻ വടിയും കുത്തിയല്ല വരുന്നത്, അമർത്യതയുടെ നവയൗവനവുമായിട്ടാണ് വരുന്നത്. മനസ്സിലായോ? കൊച്ചു കുഞ്ഞായിരുന്നപ്പോഴേ അമ്മയുടെ മടിയിൽ നിന്ന് പറന്നുപോയി, മരണം വഴിയായി. 2 വയസ്സ് 3 വയസ്സ് മുട്ടഴയുന്ന കാലത്താ മരിച്ചുപോയത്. പക്ഷെ ഉയർത്തു വരുന്നത് നവയൗവനത്തോടുകൂടെ ആയിരിക്കും. മരണാനന്തരം ഒരു ഉയർപ്പുണ്ടെന്നുള്ള പ്രത്യാശ സുവിശേഷം തരുന്നത്. അതാ ഞങ്ങളിത് പാടുകയും പറയുകയും ചെയ്യുന്നത്. ചില പറയുന്ന മനുഷ്യന്റെ മരണത്തോടെ അവന്റെ ഇടപാട് തീരുകയാണെന്ന. മനസ്സിലായോ? അവനങ്ങ് പഞ്ചഭൂതങ്ങളുടെ ഈ ഇല്ലാതെയായി പോകും. ഇല്ലാതെയാകുന്ന അവസാനം കണ്ടോ? അങ്ങ് പിന്നെ ഈ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല്ലാതെയാകുകയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ ഒച്ചപ്പാടും ബഹളവും, ഈ
കുന്നുകയറ്റം ഇറക്കം, ഈ പുഴ നീന്തുന്നതും തടാകം നീന്തുന്നതും സമുദ്രം താണ്ടുന്നതൊക്കെ എന്തിനാ? മരിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാവുമെങ്കിൽ പിന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ചിലർ പറയുന്നു അവൻ പരബ്രഹ്മത്തിൽ ലയിച്ചില്ലാതാകുമെന്ന്. അതുകൊണ്ടും പ്രയോജനമില്ലല്ലോ സുഹൃത്തെ. ചിലർ പറയുന്നത് മനുഷ്യൻ മരിച്ച ശേഷം അവന്റെ ആത്മാവ് എലിയായി, പുലിയായി, കാട്ടലിയായി, ചുണ്ടലിയായി, നാട്ടലിയായി, വീട്ടലിയായി ജനിക്കും. അതുകൊണ്ട് അതുവഴി ഇതുവഴി ഓടുന്ന ചുണ്ടലിയൊന്നും പിടിച്ച് കൊന്നുകളയരുത്. ഇന്നലെ ഇവിടെ ജീവിച്ച മറിയാമ്മയോ അന്നമ്മയോ ജന്നമ്മയോ ശോശാമ്മയോ ചാക്കോച്ചനോ പൊടിയച്ചനോ കറിയാച്ചനോ ഫ്രാൻസിസോ ഒക്കെയാണെന്ന പൊതുവിലുള്ള വിശ്വാസം. അതുകൊണ്ട് ഈ ചിത്രശലഭം, പുഴു, എലി, അതും ഇതുമെല്ലാം, വാഴയിലെ തേൻ കഴിക്കാൻ വരുന്ന വവ്വാലടക്കമുള്ളതെല്ലാം പണ്ടുപടി ആരോ ഒക്കെ ജീവിച്ചിരുന്ന പുള്ളികളായിരുന്നെന്ന്. ഇഴഞ്ഞു പോകുന്ന 1000 കാലുള്ള അട്ടയുണ്ടല്ലോ, ആര് കണ്ടാലും അറയ്ക്കുന്ന, കാലുകൊണ്ട് തട്ടിക്കളയുന്ന പണ്ടുപിടുത്ത ഒരു വലിയ ബാങ്ക് മുതലാളിയായിരുന്നെന്ന്. വട്ടിപ്പലിശക്കാരന്റെ ജന്മം അങ്ങനെ ആയിപ്പോയതാണെന്ന്. എല്ലാവരാലും അറയ്ക്കപ്പെടുന്ന ഇങ്ങനെ 85 ലക്ഷം ജനനമരണങ്ങൾ അനുഭവിച്ചെങ്കിൽ മോക്ഷമുണ്ടാകൂ. ഞങ്ങൾ ഇന്ന് രാത്രി ഈ പറയപ്പെട്ട ചിന്തകളെല്ലാം കൂടെ വകഞ്ഞും മാറ്റിയിട്ട് വേദപുസ്തകം അഭിമാനത്തോടെ നെഞ്ചത്തോട്ട് വെച്ച് പറയുന്നു, യേശുവെന്ന രക്ഷകനിൽ വിശ്വസിക്കുന്നവൻ എലിയും പുലിയും പഴുതാരയും ചിത്രശലഭവും വണ്ടും ആട്ടയുമായിട്ടൊന്നുമല്ല, യേശു ഉയർത്തതുപോലെ അമർത്യതയുടെ നവയൗവനം പ്രാപിച്ച് ഉയർത്തു വരും. ആ പ്രത്യാശയുള്ളവരെ കാരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു. അതെപ്പോഴാ സംഭവിക്കുക? കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടും. എപ്പോഴാണ് സംഭവിക്കുക? യേശുവിന്റെ പുനരാഗമനത്തിലാണത് സംഭവിക്കുക. യേശുവിന്റെ പുനരാഗമനത്തിൻ നാൾ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ ലോകം വിശ്വസിക്കുന്നത് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, യേശുവിന്റെ 2ാം വരവ് എത്രയും വേഗം അത് സംഭവിക്കും. ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ, മതപരമായ സ്ഥിതികൾ, മാർഗിക സ്ഥിതിഗതികൾ, ഇവിടുത്തെ ശാസ്ത്രീയ മണ്ഡലത്തിലെ കുതിച്ചുകയറ്റങ്ങൾ, ആത്മീയ തലത്തിലെ മൂല്യച്യുതികൾ, ഇവിടുത്തെ സകലവിധമായിരിക്കുന്ന ദുഷിച്ച വ്യവസ്ഥിതികളും തെളിയിക്കുന്നത് എൻ്റെ യേശു വരാൻ സമയമെടുത്തു. യേശു വരാൻ സമയമെടുത്തു. നീതിയോട് രാജാവ് ഭരിക്കാൻ നേരമായി. ആ വരവിന് വേണ്ടി നമ്മൾ നോക്കി പാർത്തിരിക്കുന്നു. യേശു വരുമ്പോൾ അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് വിശുദ്ധിയുടെ വേർപാടോടെ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും, കറചുളുക്കം, പാട്ടം, മാലിന്യമൊന്നുമില്ലാതെ വിശുദ്ധ വചനപ്രകാരം ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടാം. അതല്ല, വിശ്വാസിയാണെന്ന് പറയുകയും ലോകത്തിന്റെ തിന്മകളോടെ ജീവിക്കുകയും ചെയ്യുന്ന നീ കൈവിടപ്പെട്ടു പോകും. യേശു വന്ന് തന്റെ ജനത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ലോകം വിളക്കണഞ്ഞ വീട് പോലെയാവും. കാരണം ഇന്ന് ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് ദൈവസഭയാണ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശം. ലോകത്തിനാകെ പ്രകാശം തരുന്നത് ഇവിടുത്തെ ഹാലജൻ ബൾബൊന്നുമല്ല, പകരം ദൈവസഭയാണ്. ഇവിടുത്തെ പ്രസിഡന്റ് മുതൽ ഇങ്ങനെ പഞ്ചായത്ത് മെമ്പർ വരെയുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമാണ് ഇവിടുത്തെ ദൈവമക്കൾ. അവരുടെ ആത്മീയ ജീവിതമാണ് ഇവിടുത്തെ പ്രകാശം നൽകുന്നത്. അവരെ കർത്താവ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയാൽ ഈ ലോകം വിളക്കണഞ്ഞ വീട് പോലെയാകും. വിളക്കണഞ്ഞ വീട് പോലെ ആയിക്കഴിഞ്ഞാൽ ഇരുട്ട് നിറയും. ആ ഇരുട്ടിന്റെ മറപറ്റി വെളിപ്പെടുന്ന ഒരു ക്രിസ്തുവുണ്ട്. അവന്റെ പേരാണ് എതിർ ക്രിസ്തു. കിരാതത്വത്തിന്റെ ഭരണവ്യവസ്ഥിതി ഇവിടെ വരും. ഇൻകുലാബ് കൊണ്ട് നേട്ടമുണ്ടാകില്ല. പിക്കറ്റിംഗ് കൊണ്ടോ സെക്രട്ടേറിയറ്റ് വളയുന്നത് കൊണ്ടോ നേട്ടമുണ്ടാകില്ല. ഒരൊറ്റ നമ്പർ സകലരുടെയും നെറ്റിയിൽ അവൻ പതിപ്പിക്കും, 666. അത് പതിയാതെ, അതിന്റെ കിരാത വ്യവസ്ഥിതിയിലേക്ക് വരാതെ, തട്ടുകിടുന്നൊരു ചായ പോലും താങ്കൾക്ക് കിട്ടത്തില്ല. അങ്ങനെ ഒരു അധമ വ്യവസ്ഥിതി ഇവിടെ വരും. ആ ക്രിസ്തു വെളിപ്പെടുന്നതിന് മുൻപ് ഞങ്ങൾ വിളിച്ചു പറയുന്നു, സുവിശേഷം അനുസരിച്ച് കർത്താവിൻ്റെതായി മാറിക്കോണം. ബിലോങ്സ് ടു ജീസസ് ആയി മാറണം. ദൈവമായിരുന്നവൻ ഈ പാർത്തലത്തിലേക്ക് ഇറങ്ങി വന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു ഗർഭപാത്രത്തിൽ ഒന്ന് ഒതുങ്ങി ചുരുങ്ങി അതിനകത്ത് ജന്മമെടുത്ത് നമുക്ക് വേണ്ടി പുനരുദ്ധാനം ചെയ്തു. നമുക്ക് വേണ്ടി ഇനി അവൻ പുനരാഗമനം നടത്തും. ആ പുനരാഗമനത്തിൽ കൈവിടപ്പെട്ടു പോകാതെ താങ്കളെയും കൂടെ ഞങ്ങൾക്ക് വേണം. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ നിർബന്ധിതമാകുന്നു.